ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS, അതുപോലെ BFO, APO, CEO വരുന്ന 10th പ്രിലിംസ്, ഇനി വരാനിരിക്കുന്ന ഏതൊരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും പഠിക്കാനായിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ, അതുപോലെ തന്നെ ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ട് കൃത്യം ഓർഡറിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിൽ എങ്ങനെയെല്ലാമാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഞാനൊന്ന് പറയാം. തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്ക് 2 ക്ലാസ് ആണ്. കാലത്ത് 12 മണിക്ക് നമ്മൾ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നൽകുന്നത്. ഓൾഡ് SCRT അതുപോലെ ന്യൂ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നൽകി വരുന്നത്. രാത്രി 8 മണിക്ക് നമ്മുടെ PYQ ഡിസ്കഷൻ സെഷൻ ആണ്. PYQ എന്ന് പറയുമ്പോൾ ചുമ്മാ അവിടുന്ന് ഇവിടുന്ന് കുറെ ചോദ്യങ്ങൾ എടുത്തിട്ടല്ല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിലെ ഓരോ ചോദ്യ പേപ്പറും നമ്മൾ എടുത്തിട്ട് അതിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള GK പോർഷൻസ്, അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ചോദ്യ പേപ്പർ ആയിട്ട് ഇപ്പൊ ഏകദേശം 4ഓളം ചോദ്യ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ചോദ്യ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു. ഇനി ഈ ചോദ്യ പേപ്പർ എല്ലാം കഴിയുന്ന സമയത്ത് അതിൽ നിന്നും PSCയുടെ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ കണ്ടെത്തുന്നു. നമ്മൾ ഒരുമിച്ചാണ് അല്ലെ റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യുന്നു. എല്ലാ ചോദ്യ പേപ്പറിലും ആവർത്തിച്ച് വന്നിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് കണ്ടെത്തുന്നു. എന്നിട്ട് അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ പിന്നീട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടാതെ സാറ്റർഡേ, സൺഡേ, ശനിയും ഞായറും ദിവസങ്ങളിൽ നമ്മൾ ഇപ്പൊ കമ്പനി ബോർഡ് LGSന് വേണ്ടെങ്കിൽ കൂടി ബാക്കിയുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ബെവ്കോ LDC വരുന്ന ബാക്കിയുള്ള പരീക്ഷകൾക്കൊക്കെ എന്ത് വേണം? ഇംഗ്ലീഷും മലയാളവും വേണം. മാത്സ് ആണെങ്കിൽ ഇനി വരുന്ന ഏത് പരീക്ഷയ്ക്കാണെങ്കിലും മാത്സും വേണം അല്ലെ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശനിയും ഞായറും ദിവസങ്ങളിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഇതിന്റെ ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. കറണ്ട് അഫയേഴ്സ് സെഷൻ എടുക്കുന്നത് ഞാനല്ല, അർച്ചന മിസ്സാണ്. രാത്രി 8 മണിക്ക് ഞായറാഴ്ചകളിൽ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നൽകി വരുന്നത്. എല്ലാ സൺഡേയും നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ട്. ബാക്കി ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന്റെ ക്ലാസ്സുകൾ കൂടി നമ്മൾ റെക്കോർഡഡ് സെഷൻ ആയിട്ട് ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. പക്ഷെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തുടക്കക്കാർക്ക് പോലും, ഒട്ടും അറിയാത്തവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശനി, ഞായർ ദിവസങ്ങളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെയും നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഫ്രീ ക്ലാസ് ആണ്. യൂട്യൂബിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം നൽകുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള ഓർഡറിൽ നിങ്ങൾക്ക് പഠിച്ചു വരണം എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണേ. PYQ ഡിസ്കഷൻ സെഷന് നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ SCRT സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലാസ് എത്രയാണ് നമ്പർ, അതുപോലെ SCRTയുടെ എത്രാമത്തെ ക്ലാസ് ആണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന്റെ എത്രാമത്തെ ക്ലാസ് ആണ്, എല്ലാം ക്ലാസ് നമ്പർ മെൻഷൻ ചെയ്ത് നമ്മൾ ടെലിഗ്രാമിലാണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ടെലിഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തുണ്ടെങ്കിലും താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ കെമിസ്ട്രിയിൽ ഒരു ടോപ്പിക്കാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCRT പാഠഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ പാഠഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്ന് പറയുന്ന ഭാഗത്തെ SCRT പാഠഭാഗങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാനായിട്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ട SCRT പാഠഭാഗം എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററാണ്, പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി, ഉപ്പ് വെള്ളം, പഞ്ചസാര ലായനി, ജലം, കോപ്പർ സൾഫേറ്റ് ലായനി, കാർബൺ, കോപ്പർ, ഇരുമ്പയിര്, സൾഫർ, ഇങ്ങനെ കുറേ തരത്തിലുള്ള പദാർത്ഥങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ പദാർത്ഥങ്ങൾ നമ്മൾ വസിക്കുന്ന ഭൂമിയിൽ വൈവിധ്യമാർന്ന പദാർത്ഥങ്ങൾ ഉണ്ട് എന്ന് കാണിക്കാനായിട്ടാണ് ഇവിടെ പദാർത്ഥങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ കാണപ്പെടുന്ന പദാർത്ഥങ്ങളിൽ തന്നെ മിശ്രിതങ്ങളുമുണ്ട്, ശുദ്ധ പദാർത്ഥങ്ങളുമുണ്ട്. ഓക്കെ, മിശ്രിതങ്ങളുമുണ്ട്, ശുദ്ധ പദാർത്ഥങ്ങളുമുണ്ട്. ഇവിടെ തന്നിട്ടുള്ള കൽക്കണ്ടം,
പൊട്ടാസ്യം പെർമാംഗനേറ്റ്, സ്വർണം, വെള്ളി എന്നിവ എന്താണ്? ശുദ്ധ പദാർത്ഥങ്ങളാണ്. ഓക്കെ, കൽക്കണ്ടം, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, സ്വർണം, വെള്ളി എന്നിവ എന്താണ്? ശുദ്ധ പദാർത്ഥങ്ങളാണ്. കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, കുറേ പദാർത്ഥങ്ങൾ കൊടുത്തിട്ട് താഴെ തന്നിട്ടുള്ളവയിൽ മിശ്രിതം ഓക്കെ ഏതാണ്, അങ്ങനെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കുക. കൽക്കണ്ടം, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, സ്വർണം, വെള്ളി എന്നിവ എന്താണ്? ശുദ്ധ പദാർത്ഥങ്ങളാണ്. കൽക്കണ്ട ലായനിയിലും പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിലും കണികകൾ കാണാൻ കഴിയാത്തത് എന്താണ്? അവ അതിസൂക്ഷ്മ കണങ്ങളായതുകൊണ്ടാണ്. ഓക്കെ, അത് നമുക്ക് അറിയുന്നതാണ്. ഇനി ഇവിടെ ഒരു പരീക്ഷണമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ചൈന ഡിഷിൽ നമ്മൾ കർപ്പൂര കഷ്ണം എടുക്കുക, അത് കഴിഞ്ഞത് ചൂടാക്കി നോക്കുക. എന്താണ് ഉണ്ടാവുന്നത്? കർപ്പൂരം ഇല്ലാതായി പോകും അല്ലേ, കർപ്പൂരം അപ്രത്യക്ഷമാകും. പക്ഷേ കർപ്പൂരത്തിൻ്റെ ഗന്ധം എന്താണ്? ചുറ്റുപാടും അത് നിലനിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്? കർപ്പൂരം അതിസൂക്ഷ്മ കണങ്ങളായിട്ടുള്ള അല്ലേ കണങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മുഴുവൻ വായുവിൽ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അതിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടുന്നത് അല്ലേ, അത് നമുക്ക് അറിയുന്നതാണ്. ഇനി കൽക്കണ്ടവും പൊട്ടാസ്യം പെർമാംഗനേറ്റും ജലവും കർപ്പൂരവുമെല്ലാം അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതുപോലെ സ്വർണം, വെള്ളി തുടങ്ങിയ ശുദ്ധപദാർത്ഥങ്ങളെല്ലാം അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, പഞ്ചസാര ചൂടാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഘടകങ്ങൾ ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പഞ്ചസാരയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? കാർബണും ജലവുമാണ്. പഞ്ചസാര ചൂടാക്കുന്ന സമയത്ത് നമുക്ക് കറുത്ത കരി പോലെ ഉണ്ടാവും അല്ലേ, അതെന്താണ്? അത് കാർബണാണ്. പിന്നെ ജലമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ പഞ്ചസാര ചൂടാക്കിയപ്പോൾ കിട്ടിയ കാർബണിനെ വീണ്ടും ഘടകങ്ങളാക്കാൻ സാധിക്കില്ല അല്ലെ, കാർബണിനെ നമുക്ക് വീണ്ടും ഘടകങ്ങളാക്കാൻ പറ്റില്ല. പക്ഷേ ജലം എന്ത് ചെയ്യാം? ജലത്തിലൂടെ നമുക്ക് വൈദ്യുതി കടത്തിവിട്ട് കഴിഞ്ഞാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഭജിക്കാം അല്ലെ. പഞ്ചസാര ചൂടാക്കുമ്പോൾ കിട്ടുന്ന കാർബണും ജലവുമാണ് നമുക്ക് ലഭിക്കുന്നത്. കാർബണിനെ വീണ്ടും ഘടകങ്ങളാക്കാനൊന്നും സാധിക്കില്ല. പക്ഷെ ജലത്തിനെ എന്ത് ചെയ്യാം? ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് സർ ഹംഫ്രി ഡേവി സർ ഹംഫ്രി ഡേവി 1806 അദ്ദേഹം ഇത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ജലത്തിലൂടെ വൈദ്യുതി കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഭജിക്കാമെന്ന് കണ്ടെത്തിയത് ആരാണ്? സർ ഹംഫ്രി ഡേവിയാണ്. 1806 കണ്ടുപിടിക്കുന്നത്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുമെന്ന ഹെൻറി കാവൻഡിഷ് എന്ന ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തമാണ് ഇതിലേക്ക് നയിച്ചത്. ഓക്കെ, ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ എന്തുണ്ടാവുന്നു? ജലം ഉണ്ടാകും എന്നുള്ളത് കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ആ കണ്ടുപിടുത്തമാണ് ഇതിലേക്ക് നയിച്ചത്. പഞ്ചസാര എന്ന ശുദ്ധപദാർത്ഥത്തെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകങ്ങളാക്കാൻ കഴിയും. അപ്പോൾ പഞ്ചസാരയെ ഏതൊക്കെ ഘടകങ്ങളാക്കാൻ കഴിയും? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകങ്ങളാക്കാൻ കഴിയും. അതുപോലെ ജലം എന്ന ശുദ്ധപദാർത്ഥത്തെ എന്താക്കി മാറ്റാം? ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകങ്ങളാക്കാൻ സാധിക്കും. അതേസമയം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സ്വർണം, വെള്ളി മുതലായ ശുദ്ധപദാർത്ഥങ്ങളെ വീണ്ടും രാസപ്രവർത്തനത്തിലൂടെ ഘടകങ്ങളാക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ പഞ്ചസാര എന്ന് പറയുന്ന ശുദ്ധപദാർത്ഥത്തെ നമുക്ക് എന്ത് ചെയ്യാം? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകങ്ങളാക്കാൻ കഴിയും. ജലത്തെ ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകങ്ങളാക്കാൻ കഴിയും. പക്ഷേ ഈ കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ, സ്വർണം, വെള്ളി എന്നീ ശുദ്ധപദാർത്ഥങ്ങളെ എന്ത് ചെയ്യാൻ പറ്റില്ല? വീണ്ടും രാസപ്രവർത്തനത്തിലൂടെ ഘടകങ്ങളാക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് മൂലകങ്ങളും സംയുക്തങ്ങളും, എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ശുദ്ധപദാർത്ഥങ്ങൾ തന്നെ 2 തരം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഘടകങ്ങളാക്കാൻ പറ്റുന്നതുമുണ്ട്, ഘടകങ്ങളാക്കാൻ കഴിയാത്തതുമുണ്ട്. അപ്പോൾ ഇതിൽ രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥങ്ങളെയാണ് നമ്മൾ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മൂലകങ്ങൾ അഥവാ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സ്വർണം, വെള്ളി തുടങ്ങിയ ശുദ്ധപദാർത്ഥങ്ങളെ നമുക്ക് വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ശുദ്ധപദാർത്ഥങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? മൂലകങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, സ്വർണം, വെള്ളി ഇതെല്ലാം എന്താണ്? മൂലകങ്ങളാണ്. ഓക്കെ, ഇനി 2 അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാവുന്ന പദാർത്ഥങ്ങളെയാണ് സംയുക്തങ്ങൾ അഥവാ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, 2 അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാവുന്ന പദാർത്ഥങ്ങളെ എന്താണ് പറയുന്നത്? സംയുക്തങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സംയുക്തങ്ങൾക്ക് എക്സാമ്പിളാണ് ജലം,
പഞ്ചസാര, അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, അമോണിയ, ഇതെല്ലാം എന്താണ്? സംയുക്തങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ മൂലകങ്ങൾക്ക് എക്സാമ്പിൾ നമുക്കറിയാം. മൂലകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സോഡിയം, മെർക്കുറി, ഇതെല്ലാം എന്താണ്? മൂലകങ്ങളാണ്. സംയുക്തങ്ങൾ എന്ന് പറയുമ്പോൾ ജലം, പഞ്ചസാര, അമോണിയ, സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, ഇതെല്ലാം എന്താണ്? സംയുക്തങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് മൂലകങ്ങൾ, എന്താണ് സംയുക്തങ്ങൾ എന്നത് ഇവിടെ ഒരു കോളം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്ത ശുദ്ധപദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. രാസപ്രവർത്തനങ്ങളിലൂടെ രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേർന്നുണ്ടാവുന്ന പദാർത്ഥങ്ങളെയാണ് സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മൂലകങ്ങൾ എന്താണ്, സംയുക്തങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി മൂലകങ്ങളുടെ പേര് വന്ന വഴി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഇവിടെ ബെർസീലിയസ് എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ചിത്രങ്ങളാണ് മൂലകങ്ങളുടെ പ്രതീകങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെർസീലിയസ് ആണ്. ഓക്കെ, ആദ്യം ചിത്രങ്ങളായിട്ടാണ്, നമുക്ക് ഓരോ മൂലകങ്ങളെയും തിരിച്ചറിയണമെങ്കിൽ ചിത്രങ്ങളായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പ്രതീക സമ്പ്രദായം, അതായത് പ്രതീകം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കാർബണെ ആണെങ്കിൽ സി എന്ന് പറയുന്നു അല്ലേ, അപ്പോൾ ഓക്സിജനെ ആണെങ്കിൽ ഒ എന്ന് പറയുന്നു, നൈട്രജനെ ആണെങ്കിൽ എൻ എന്ന് പറയുന്നു. അങ്ങനെ പ്രതീകങ്ങൾ ഉപയോഗിച്ചിട്ട് കൊടുക്കുന്നത് ആരാണ്? ബെർസീലിയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ ഒരു സംവിധാനം കൊണ്ടുവന്നത്. ഓക്കെ, സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ എന്നീ മൂലകങ്ങൾ ബെർസീലിയസ് കണ്ടുപിടിച്ചു. ഓക്കെ, ബെർസീലിയസ് കണ്ടുപിടിച്ചത് ഏതൊക്കെയാണ്? സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ എന്നീ മൂലകങ്ങൾ കണ്ടുപിടിച്ചത് ബെർസീലിയസ് ആണ്. ഓക്കെ, ഇവിടെ നോക്കുക, മൂലകങ്ങളുടെ പേര് വന്ന വഴി എന്നാണ് നമ്മൾ പറഞ്ഞല്ലേ ഹെഡിങ്. അപ്പോൾ ആദ്യകാലങ്ങളിൽ സ്ഥലം, രാജ്യം, ഭൂഖണ്ഡം, സ്വഭാവ ഗുണങ്ങൾ, ശാസ്ത്രജ്ഞർ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് മൂലകങ്ങൾക്ക് എന്ത് നൽകിയിരുന്നത്? പേര് നൽകിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ മൂലകത്തിനും പേര് കൊടുക്കാനായിട്ട് അവരുടെ ആ മൂലകം, അതായത് ഓരോ രാജ്യത്തിൻ്റെ പേരിൻ്റെ ആവാം, അല്ലെങ്കിൽ സ്ഥലപ്പേരാവാം, അല്ലെങ്കിൽ ഭൂഖണ്ഡത്തിൻ്റെ, സ്വഭാവ ഗുണത്തിൻ്റെ, ശാസ്ത്രജ്ഞരുടെ പേര് വെച്ചിട്ടാവാം, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ഇതെല്ലാമായി ബന്ധപ്പെട്ടൊക്കെയാണ് നാമകരണം ചെയ്തിരുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ ഒരു കോളമായിട്ട് കൊടുത്തിട്ടുണ്ട്. പൊളോണിയം. പൊളോണിയം എന്ന് പറയുന്നത് പോളണ്ട് എന്ന് പറയുന്ന രാജ്യവുമായി ബന്ധപ്പെട്ടാണ് പേര് നൽകിയിരിക്കുന്നത് അല്ലേ. പോളണ്ട് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടാണ് പൊളോണിയം. അടുത്ത ക്യൂറിയം. ക്യൂറിയം എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞയായിട്ടുള്ള മേരി ക്യൂറി, അവരുടെ പേരുമായി ബന്ധപ്പെടുത്തിയാണ് ക്യൂറിയം, മേരി ക്യൂറിയുമായി ബന്ധപ്പെട്ടതാണ്. ക്രോമിയം. ക്രോമിയം എന്ന് പറയുമ്പോൾ ഒരു നിറമാണ്. ക്രോം എന്ന് പറയുന്നത് ഒരു നിറമാണ്, ആ നിറവുമായി ബന്ധപ്പെട്ടതാണ്. ഇൻഡിയം. ഇൻഡിയം എന്ന് പറയുമ്പോൾ ഇൻഡിഗോ എന്ന് പറയുന്ന നിറവുമായി ബന്ധപ്പെട്ടതാണ്. ക്ലോറിൻ, ക്ലോറോ എന്ന് പറയുന്ന നിറവുമായി ബന്ധപ്പെട്ടാണ് പേര് വന്നിരിക്കുന്നത്. നെപ്റ്റ്യൂണിയം. നെപ്റ്റ്യൂണിയം നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന ഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. യൂറോപ്പിയം, യൂറോപ്പ് എന്ന് പറയുന്ന ഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെ പേര് നൽകിയിരിക്കുന്നത് പലതരത്തിലാണ്. സ്ഥലത്തിൻ്റെ, രാജ്യത്തിൻ്റെ, ഭൂഖണ്ഡത്തിൻ്റെ, ശാസ്ത്രജ്ഞരുടെ, ഗ്രഹങ്ങളുടെയൊക്കെ പേര് വെച്ചിട്ടാണ് മൂലകങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് പ്രതീകങ്ങൾ. ഓക്കെ, സിമ്പിൾസ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം മൂലകങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സിമ്പിൾസ് അല്ലെങ്കിൽ പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു കാർബണിനെ സി എന്നാണ് ഉപയോഗിക്കുന്നത്, ഓക്സിജൻ ഒ, നൈട്രജൻ എൻ, ഹൈഡ്രജൻ എച്ച്, സൾഫർ എസ് അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ പ്രതീകങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇംഗ്ലീഷ് നാമത്തിലെ ആദ്യ അക്ഷരങ്ങളാണ് പട്ടികയിലെ മൂലകങ്ങളുടെ പ്രതീകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. ഇംഗ്ലീഷിലെ വലിയ അക്ഷരങ്ങൾ അല്ലെ, ക്യാപിറ്റൽ ലെറ്റർ ആണ് നമ്മൾ പ്രതീകങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ചില മൂലകങ്ങളുടെ പ്രതീകങ്ങളായിട്ട് ഇംഗ്ലീഷ് നാമത്തിലെ ആദ്യ അക്ഷരത്തിന് പുറമെ രണ്ടാമത്തെ അക്ഷരം ഉണ്ടാവും. രണ്ടാമത്തെ അക്ഷരം എന്തായിരിക്കും? ചെറിയ അക്ഷരമായിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എൻ എ, സോഡിയം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നും പിന്നെ സ്മോൾ ലെറ്റർ എ ആണ്. എച്ച് ജി അല്ലെ, മെർക്കുറി കാണിക്കാനായിട്ട് ക്യാപിറ്റൽ എച്ചും സ്മോൾ ജിയും ആണ് കൊടുക്കുക, എച്ച് ജി എന്ന് പറയുന്നത് അല്ലെ. ക്ലോറിൻ കൊടുക്കാനായിട്ട് ക്യാപിറ്റൽ സിയും സ്മോൾ എല്ലോ ആണ്, ക്ലോറിൻ സി എൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പേര് കൊടുക്കുമ്പോൾ ആദ്യം ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ വലിയ അക്ഷരവും, രണ്ടാമത്തെ ഒരു അക്ഷരം ഉണ്ടെങ്കിൽ അത് സ്മോൾ ലെറ്റർ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. ഇവിടെ നോക്കുക, കാൽസ്യം സി എ, ക്ലോറിൻ സി എൽ, ക്രോമിയം സി ആർ, ബ്രോമിൻ ബി ആർ, ബെറിലിയം ബി ഇ എല്ലാം രണ്ടാമത് വരുന്നതൊക്കെ എന്താണ്? സ്മോൾ ലെറ്റർ ആണ് അല്ലേ. ഇവിടെ
ചില മൂലകങ്ങളുടെ പ്രതീകങ്ങൾ അവയുടെ ലാറ്റിൻ ഭാഷയിൽ നിന്നുള്ള പേരുകളാണ്. ഓക്കെ, ലാറ്റിൻ വെച്ചിട്ടാണ്. ഇപ്പോൾ സോഡിയം എന്ന് പറയുമ്പോൾ എസ് ഒക്കെയാണ് വരേണ്ടത് അല്ലേ, പക്ഷെ അവിടെ നമ്മൾ Na എന്നാണ് എഴുതുന്നത്. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ മൂലകത്തിൻ്റെ ലാറ്റിൻ പേര് വെച്ചിട്ടാണ് ആ പേരുകൾ വരുന്നത്. അപ്പോൾ സോഡിയം നാട്രിയം എന്നാണ് ലാറ്റിൻ നാമം. ഓക്കെ, നാട്രിയം എന്നാണ്. അപ്പോൾ അതിൻ്റെയാണ് Na. പൊട്ടാസ്യത്തിൻ്റെ K ആണ് നമ്മൾ എഴുതുക അല്ലേ. കാലിയം എന്നാണ് ലാറ്റിൻ പേര്, അതുകൊണ്ടാണ് K വന്നത്. കോപ്പർ എന്ന് പറയുന്നതിൻ്റെ ലാറ്റിൻ പേര് കുപ്രം എന്നാണ്, അപ്പോൾ അത് Cu വന്നത്. അയൺ എന്ന് പറയുന്നതിൻ്റെ ഫെറം ആണ്, അതുകൊണ്ടാണ് Fe എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ലാറ്റിൻ പേര് വെച്ചിട്ട് പ്രതീകം വരാം. ഓക്കെ, അടുത്തത് ആറ്റവും തന്മാത്രയും. ഓക്കെ, ആറ്റം ആൻഡ് മോളിക്യൂൾ ആണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഒരു മൂലകത്തിൻ്റെ ഏറ്റവും ചെറിയ കണം. അപ്പോൾ കാർബൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു മൂലകമാണ് അല്ലേ. അപ്പോൾ കാർബൺ എന്ന് പറയുന്ന മൂലകം ധാരാളം ചെറു കണങ്ങൾ ചേർന്നതാണ്. കാർബൺ കഷ്ണത്തെ വീണ്ടും ചെറുതാക്കി അതിസൂക്ഷ്മ കണങ്ങളാക്കുന്ന കാര്യം ചിന്തിച്ചു നോക്കുക. ഇങ്ങനെ വിഭജിക്കുമ്പോൾ കാർബണിൻ്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഏറ്റവും ഒരു ചെറിയ കണം ലഭിക്കും അല്ലേ. ഇതിനെയാണ് കാർബണിൻ്റെ ഒരു ആറ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. ഹീലിയം, നിയോൺ തുടങ്ങിയ ചില വാതകങ്ങളുടെ ആറ്റങ്ങൾക്ക് ഒറ്റ ആറ്റമായി തന്നെ സ്വതന്ത്രമായി നിൽക്കാൻ കഴിയും. എന്നാൽ ഹൈഡ്രജൻ, ഓക്സിജൻ മുതലായ വാതക മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് രണ്ട് ആറ്റങ്ങൾ ചേർന്ന് ജോഡിയായി മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഹീലിയം അല്ലേ, He, നിയോൺ, ഓക്കെ, Ne. അപ്പോൾ ഹീലിയം, നിയോൺ എന്ന് പറയുന്നതൊക്കെ ഹീലിയം, He, Ne അത് അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ. പക്ഷെ നമ്മൾ ഓക്സിജൻ, ഹൈഡ്രജനൊക്കെ എങ്ങനെയാണ് എഴുതുക? H2, O2 അല്ലേ, അങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ ഹീലിയം, നിയോൺ എന്നൊക്കെ പറയുന്നത് ഒറ്റ ആറ്റമായിട്ട് തന്നെ നിൽക്കാൻ കഴിയുന്നതുകൊണ്ടാണ് അല്ലേ, സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിയുന്നത്. പക്ഷേ ഹൈഡ്രജനും ഓക്സിജനൊന്നും H എന്നോ O എന്നോ പറഞ്ഞ് തന്നെ ഒരാറ്റമായിട്ട് നിൽക്കില്ല അല്ലേ. എപ്പോഴും H2O2 അതായത് രണ്ട് ആറ്റങ്ങൾ ചേർന്ന് ജോഡിയായിട്ട് മാത്രമേ നിൽക്കാനായിട്ട് കഴിയൂ. മറ്റ് ചില മൂലകങ്ങളുടെ ആറ്റങ്ങൾ രണ്ടിലധികം ആറ്റങ്ങളുടെ ഗ്രൂപ്പായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കുന്ന ഏറ്റവും ചെറിയ കണങ്ങളെയാണ് നമ്മൾ തന്മാത്രകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തന്മാത്രകൾ എന്ന് പറയുന്നത് എന്താണ്? സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളെയാണ് നമ്മൾ തന്മാത്രകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ആറ്റത്തിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരാറ്റത്തിൻ്റെ വലുപ്പത്തെ പറ്റി നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആറ്റം എന്ന് പറയുന്ന വാക്കുണ്ടായത്. എന്താണ് ആറ്റം എന്ന് പറയുന്ന വാക്കുണ്ടായത്? ആറ്റമോസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. ഓക്കെ, വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ആറ്റം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. സ്വർണത്തിൻ്റെ ഒരാറ്റത്തിൻ്റെ വ്യാസം എന്ന് പറയുന്നത് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 0.00000000025 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഏകദേശം 3.5 കോടി സ്വർണ്ണ ആറ്റങ്ങൾ നിരനിരയായി വച്ചാൽ 1 സെൻറ്റിമീറ്റർ മാത്രമേ നീളമുണ്ടാകൂ എന്നാണ് അർത്ഥം. ഭാരതീയനായിട്ടുള്ള കണാദൻ, ഗ്രീക്ക് ചിന്തകനായിട്ടുള്ള ഡെമോക്രാറ്റിസ് എന്നിവർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പദാർത്ഥത്തിലെ ചെറുകണങ്ങളെക്കുറിച്ച് പ്രവചിക്കുകയുണ്ടായി. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള ജോൺ ഡാൾട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ആറ്റങ്ങളെയും തന്മാത്രകളെയും സൂചിപ്പിക്കുന്ന വിധം ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലേ എന്താണ് പ്രതീകങ്ങൾ നൽകുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. ഹീലിയത്തിൻ്റെ പ്രതീകം നമുക്കറിയാം, He ആണ് അല്ലേ. അപ്പോൾ He എന്ന് എഴുതി കഴിഞ്ഞാൽ ഹീലിയം മൂലകത്തിൻ്റെ ഒരാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരാറ്റത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? ഹീലിയം. ഇപ്പോൾ He എന്ന് എഴുതി കഴിഞ്ഞാൽ ഹീലിയം മൂലകത്തിൻ്റെ ഒരാറ്റമാണ് ഹീലിയം. ഹീലിയം, നിയോൺ, ആർഗൺ മുതലായ മൂലകങ്ങളിൽ പ്രകൃതിയിൽ സ്വതന്ത്ര ആറ്റങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ പറഞ്ഞില്ലേ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹീലിയം, നിയോൺ, ആർഗൺ ഇതെല്ലാം സ്വതന്ത്ര
ആറ്റങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ഇവ ഒരൊറ്റ ആറ്റം മാത്രമുള്ള തന്മാത്രകളാണ്. ഇവയുടെ തന്മാത്രകളെ ഹീലിയം, നിയോൺ, ആർഗൺ എന്ന് സൂചിപ്പിക്കാം. എന്നാൽ ഹൈഡ്രജൻ പോലുള്ള മൂലകങ്ങൾ എന്താണ്? 2 ആറ്റങ്ങൾ ചേർന്ന തന്മാത്രയാണ്, അല്ലെ? 2 ആറ്റങ്ങൾ ചേർന്ന തന്മാത്രയായിട്ടാണ് കാണപ്പെടുന്നത്. കാരണം എന്താണ്? ഹൈഡ്രജൻ നമ്മൾ പറഞ്ഞു H2 എന്ന് പറയുന്ന, അല്ലെ, 2 ആറ്റങ്ങൾ ചേർന്നാണ് നിൽക്കുന്നത്. ഹൈഡ്രജൻ ആറ്റത്തെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കും? എച്ച്. ആറ്റം എന്ന് പറയുമ്പോൾ ഒരു കണികയാണ്. അപ്പോൾ എച്ച് എന്ന് പറയുന്നതാണ് ഹൈഡ്രജന്റെ ഒരാറ്റം. ഹൈഡ്രജന്റെ തന്മാത്ര എന്ന് പറയുന്നത് എന്താണ്? H2 ആണ്. ഹൈഡ്രജൻ 2 2 ആറ്റങ്ങൾ ചേർന്നാണ്. അപ്പോൾ 2 ആറ്റങ്ങൾ ചേരുമ്പോൾ അതെന്തായി? തന്മാത്രയായിട്ട് മാറി. അപ്പോൾ ഹീലിയം, നിയോൺ, ആർഗൺ എന്നിവയുടെ ആറ്റങ്ങളെയും നമ്മൾ HeNeAr എന്ന് പറഞ്ഞിട്ടാണ് സൂചിപ്പിക്കുക. തന്മാത്രകൾ എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുക. പക്ഷെ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ആറ്റത്തെ H എന്നും തന്മാത്രയെ H2 എന്നുമാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ചില മൂലകങ്ങൾ ഇതുപോലെ 2-ലധികം ആറ്റങ്ങൾ ചേർന്ന് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇപ്പം തന്മാത്രകളായിട്ടും കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഫോസ്ഫറസ് P4, സൾഫർ S8 മുതലായവ ഇത്തരം തന്മാത്രകൾക്ക് ഉദാഹരണമാണ്. 2-ലധികം ആറ്റങ്ങൾ ചേർന്ന് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അവിടെ നോക്കുക. ഏകാറ്റോമിക തന്മാത്രകളും ദ്വയാറ്റോമിക തന്മാത്രകളും ബഹു ആറ്റോമിക തന്മാത്രകൾ നമ്മളിപ്പോൾ പറഞ്ഞത് വെച്ചിട്ടാണ് പറയുന്നത്. ഒരാറ്റം മാത്രമുള്ള മൂലക തന്മാത്രകളെ ഏകാറ്റോമികം നമ്മൾ പറഞ്ഞു. ഹീലിയം, നിയോൺ, ആർഗൺ ഇതെല്ലാം ഒരാറ്റം മാത്രമുള്ള മൂലക തന്മാത്രകളാണ്. അപ്പോൾ അതിനെ ഏകാറ്റോമികം എന്ന് പറയും. ഇനി 2 ആറ്റങ്ങളുള്ള മൂലക തന്മാത്രകൾ, അതായത് ഹൈഡ്രജൻ, ഓക്സിജൻ, H2S2 എന്നൊക്കെ O2 എന്നൊക്കെ പറയുന്നത് എന്താണ്? 2 ആറ്റം ഉള്ളതാണ്. അപ്പോൾ അതിന് ദ്വയാറ്റോമികം എന്ന് പറയും. ഇനി 2-ലധികം ആറ്റങ്ങൾ അടങ്ങിയത് നമ്മളിപ്പോൾ പറഞ്ഞു P4, S8 എന്നൊക്കെ പറയുന്നത്, അല്ലേ? അതെന്താണ്? ബഹു ആറ്റോമിക തന്മാത്രകളാണ്. ഓക്കെ, പോളി അറ്റോമിക് ആണ്. ഇത്രയും മനസ്സിലായല്ലോ? ഒരാറ്റമുള്ളത് ഏകാറ്റോമികം, എക്സാമ്പിൾ ഹീലിയം, നിയോൺ, ആർഗൺ. 2 ആറ്റം ഉള്ളത് ദ്വയാറ്റോമികം, എക്സാമ്പിൾ ഹൈഡ്രജൻ, ഓക്സിജൻ. ബഹു ആറ്റോമികം എന്ന് പറയുമ്പോൾ 2-ൽ കൂടുതൽ P4, S8 എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏകാറ്റോമിക തന്മാത്രകളിൽ പ്രതീകത്തിന്റെ ഇടതുവശത്ത് എഴുതുന്ന സംഖ്യ ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും എണ്ണം സൂചിപ്പിക്കുന്നു. ബഹു ആറ്റോമിക തന്മാത്രകളിൽ തന്മാത്രയുടെ ഭാഗമായി നിൽക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം പ്രതീകത്തിന്റെ ചുവടെ വലതുവശത്ത് സൂചിപ്പിക്കുന്നു. തന്മാത്രകളുടെ ആകെ എണ്ണം തന്മാത്രയുടെ ഇടതുവശത്ത് സൂചിപ്പിക്കുന്നു. ഇവിടെ നോക്കുക. ഇവിടെ ഏകാറ്റോമികം, ദ്വയാറ്റോമികം, ബഹു ആറ്റോമികം എന്നിങ്ങനെ പട്ടികപ്പെടുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഏകാറ്റോമികം ഏതാണ്? ഹീലിയം, ആർഗൺ ആണ്. ദ്വയാറ്റോമികം ഹൈഡ്രജൻ, ക്ലോറിൻ ആണ്. P4, S8 എന്നൊക്കെ പറയുന്നത് എന്താണ്? ബഹു ആറ്റോമികമാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. അടുത്തത് സംയുക്തങ്ങൾ, കോമ്പൗണ്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ ഒരേ ഇനം മൂലക ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രകൾ ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചു, അല്ലേ? അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള തന്മാത്രകൾ അടങ്ങിയിട്ട് നമുക്ക് സംയുക്തങ്ങൾ, മൂലക ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന തന്മാത്രകൾ അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങളുണ്ട്. അപ്പോൾ ഓരോ സംയുക്ത തന്മാത്രകളും അതിലടങ്ങിയിട്ടുള്ള ആറ്റങ്ങളും ഇവിടെ ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക. തന്മാത്ര കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന തന്മാത്രയിൽ അടങ്ങിയിട്ടുള്ള ആറ്റങ്ങൾ ഏതൊക്കെയാണ്? കാർബണും ഓക്സിജനും ആണ്, അല്ലേ? ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള ആറ്റങ്ങൾ ഹൈഡ്രജനും ക്ലോറിനും ആണ്. ജലം എന്ന് പറയുമ്പോൾ അവിടെ ജലം എന്താണ്? H2O ആണ്, അല്ലേ? അതായത് ഹൈഡ്രജനും ഓക്സിജനും ആണ്. ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയിട്ടുണ്ട്. പഞ്ചസാര എന്ന് പറയുമ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇത് 3ഉം അടങ്ങിയിട്ടുണ്ട്, അല്ലേ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. C6H12O6 എന്നാണ് പറയുന്നത്. അപ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. മെർക്കുറിക് ഓക്സൈഡിൽ മെർക്കുറി, ഓക്സിജൻ എന്നിവയാണ് അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ തന്മാത്രയും അവയിൽ അടങ്ങിയിട്ടുള്ള ആറ്റങ്ങളും എന്നുള്ളത് മനസ്സിലായി. ഇനി ഇവിടെ നോക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു സംയുക്തമാണ്, നമുക്കറിയാം. കാർബൺ ഓക്സിജനിൽ ജ്വലിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കും, അല്ലെ? കാർബൺ ഓക്സിജനിൽ ജ്വലിച്ചാൽ എന്ത് ലഭിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കും. കാൽഷ്യം കാർബണേറ്റ് വിഘടിച്ചും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. കാൽഷ്യം കാർബണേറ്റ് വിഘടിച്ചിട്ട് എന്തുണ്ടാവുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. ഒരു സംയുക്തം ഏത് സ്രോതസ്സിൽ ലഭിച്ചാലും അതിലടങ്ങിയിട്ടുള്ള മൂലക ആറ്റങ്ങൾ തമ്മിൽ ഒരു നിശ്ചിത അനുപാതം ഉണ്ടായിരിക്കും. ഒരു സംയുക്തം ഏത് സ്രോതസ്സിൽ നിന്ന് ഉണ്ടായാലും അതിലടങ്ങിയിട്ടുള്ള മൂലക ആറ്റങ്ങൾ തമ്മിൽ ഒരു നിശ്ചിത അനുപാതം ഉണ്ടായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രയിലെ കാർബൺ ഓക്സിജൻ ആറ്റങ്ങളുടെ അനുപാതം എപ്പോഴും എന്തായിരിക്കും? 1:2 ആയിരിക്കും. ഓക്കെ, കാർബൺ ഓക്സിജൻ ആറ്റങ്ങളുടെ അനുപാതം എന്ന് പറയുന്നത് എപ്പോഴും 1:2 ആയിരിക്കും.
കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ തന്മാത്രയെ CO2 എന്നാണ് സൂചിപ്പിക്കുന്നത്, നമുക്കറിയാം. ഈ വിധത്തിൽ തന്മാത്രയെ സൂചിപ്പിക്കുന്നതാണ് അതിൻ്റെ രാസസൂത്രം. അപ്പോൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നതിൻ്റെ തന്മാത്രയെ CO2 എന്ന് സൂചിപ്പിക്കുന്നു. അതാണ് അതിൻ്റെ രാസസൂത്രം അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ചില തന്മാത്രകളും അതിലടങ്ങിയിട്ടുള്ള മൂലക ആറ്റങ്ങളും അതിൻ്റെ രാസസൂത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഒരു കാർബണും 2 ഓക്സിജനുമാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ CO2 രാസസൂത്രം. ജലം എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ്, അതായത് H2O എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ രാസസൂത്രം എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് തന്മാത്രയുടെ രാസസൂത്രം H2SO4 എന്നാണ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് തന്മാത്രയിൽ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്? 2 അല്ലേ, ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. ദെൻ SO4, എസ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് അല്ലേ, എസ് 1 ആണ്. ദെൻ O എന്ന് പറയുന്നത് 4 ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുവടെ കൊടുത്തിട്ടുള്ള സംയുക്ത തന്മാത്രകളിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആറ്റങ്ങളുടെ എണ്ണം കാർബൺ 1, ഓക്സിജൻ 2 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തത് രാസസമവാക്യങ്ങൾ, കെമിക്കൽ ഇക്വേഷൻ. രാസസമവാക്യങ്ങൾ നോക്കുക. ഇവിടെ സിങ്ക് എന്ന മൂലകത്തിൻ്റെ പ്രതീകം എഴുതുക. നമുക്കറിയാം ZN ആണ് അല്ലേ. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എന്താണ്? HCl ആണ് അല്ലേ. സിങ്ക് ZN ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും തമ്മിലുള്ള പ്രവർത്തനം നമ്മൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്, ഇത് മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ അഭികാരകങ്ങൾ, അടുത്ത വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണ് റിയാക്റ്റൻസ്, അഭികാരകങ്ങൾ, എന്താണ് ഉൽപ്പന്നങ്ങൾ അഥവാ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അതായത് ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ അഭികാരകങ്ങൾ എന്ന് പറയുന്നത്. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെയാണ് അഭികാരകങ്ങൾ അഥവാ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി പ്രവർത്തന ഫലമായിട്ടുണ്ടാവുന്ന ഈ അഭികാരകങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാവുന്ന പദാർത്ഥങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? ഉൽപ്പന്നങ്ങൾ അഥവാ പ്രോഡക്ട്സ് എന്ന് പറയും. ഓക്കെ, ഉൽപ്പന്നങ്ങൾ അഥവാ പ്രോഡക്ട്സ് എന്നാണ് പറയുന്നത്, അത് നമുക്കറിയുന്നതാണ്. ഇനി ഇവിടെ അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ZN അതായത് സിങ്ക് പ്ലസ് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീസ് ZnCl2 പ്ലസ് ഹൈഡ്രജൻ അല്ലെ, സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ടൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റിയാക്റ്റൻസ് അല്ലെങ്കിൽ അഭികാരകങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും ആണ് എന്ത് നമ്മുടെ റിയാക്റ്റൻസ് അല്ലെങ്കിൽ അഭികാരകങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് എന്ത്? പ്രോഡക്ട്സ് എന്ന് പറയുന്നത്, ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ആറ്റം സിങ്കാണ്, അഭികാരകം അല്ലേ ഒരു സിങ്കാണുള്ളത്. ഇവിടെ ഹൈഡ്രജൻ 1 ആണ്, ക്ലോറിൻ 1 ആണ്. ഉൽപ്പന്നം എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് നോക്കുക, സിങ്ക് 1 തന്നെയാണ്, ഹൈഡ്രജൻ എത്രയായി? H2 ആണ് അല്ലേ, 2 ഉൽപ്പന്നം. ദെൻ ക്ലോറിൻ 2 ആയിട്ട് മാറി, ആറ്റങ്ങളുടെ എണ്ണം ചേഞ്ച് ആയി അല്ലേ. അപ്പോൾ നോക്കുക, ഇവിടെ കൊടുത്തിട്ടുള്ള സമവാക്യം Zn പ്ലസ് 2HCl ആയപ്പോൾ, Zn പ്ലസ് വെറും HCl ആയപ്പോൾ ഇപ്പുറത്ത് എന്തായിരുന്നു? ZnCl2 പ്ലസ് H2 ആയിരുന്നു. ഇവിടെ Zn പ്ലസ് 2HCl ഗീവ്സ് ZnCl2 പ്ലസ് H2. അപ്പോൾ ഇവിടെ എന്ത് ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്? ഇവിടെ നോക്കുക, ആറ്റം സിങ്ക് ഇവിടെ 1 ആണ്, ഉൽപ്പന്നം 1 തന്നെയാണ്. ഹൈഡ്രജൻ എന്താണ്? ഇവിടെ എന്തായി? 2H ആണ് അല്ലേ. അപ്പോൾ അവിടെ ആറ്റങ്ങളുടെ എണ്ണം, അഭികാരത്തിലെ ഹൈഡ്രജൻ്റെ എണ്ണം 2 ആണ്, അപ്പോൾ ഉൽപ്പന്നവും എന്തായി? 2 ആണ്. ദെൻ ക്ലോറിൻ ഇവിടെ അതുപോലെ തന്നെ HCl 2HCl എന്ന് പറയുമ്പോൾ ഈ 2 ആർക്കൊക്കെ ബാധകമാണ്? Hനും ബാധകമാണ്, Clനും ബാധകമാണ്. അപ്പോൾ ഹൈഡ്രജനും 2 ആണ്, ക്ലോറിനും എന്താണ്? 2 ആണ്. അപ്പോൾ ഉൽപ്പന്നം 2. ഓക്കെ, അപ്പോൾ ഈ രാസസമവാക്യങ്ങൾ എഴുതുമ്പോൾ അഭികാരകങ്ങളുടെ ഭാഗത്തും ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തുമുള്ള ഒരേ ഇനം ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കണം. അതായത് നമ്മൾ ഇവിടെ റിയാക്റ്റൻസിന് ഇവിടെ എത്രയാണോ ഉള്ളത്, ഇവിടെ 2 ഹൈഡ്രജൻ ആണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിലും എത്ര വേണം? 2 വേണം. ഓക്കെ, അപ്പോൾ അഭികാരകങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും എണ്ണം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? തുല്യമായിരിക്കണം. ഇങ്ങനെയുള്ള രാസസമവാക്യങ്ങളെയാണ് സമീകൃത രാസസമവാക്യങ്ങൾ എന്ന് പറയുന്നത്, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ദേ ഇവിടെ നോക്കുക, സിങ്കും HClഉം കൂടെ ചേർന്ന് ZnCl2 പ്ലസ് H2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ടായി. ഇവിടെ അഭികാരകങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും എണ്ണം എന്ന് പറയുന്നത് കറക്റ്റ് ആണോ?
അല്ല ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. അഭികാരങ്ങളിൽ ഇവിടെ എല്ലാം ഒന്നാണ്, പക്ഷെ ഇവിടെ എന്താണ്, രണ്ടാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അഭികാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും ആറ്റങ്ങളുടെയും എണ്ണം എന്താണ്, തുല്യമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് ശരിയല്ല, ഈ റിയാക്ഷൻ എന്തല്ല, ഇത് കറക്റ്റ് അല്ല. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് അല്ല. അപ്പൊ അത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കുക, അഭികാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും എണ്ണം കറക്റ്റ് ആയത് എങ്ങനെയാണെന്ന് നോക്കൂ. Zn + 2HCl gives ZnCl2H2. അപ്പൊ ഇവിടെ എന്തായി, അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും തുല്യമായി ഈക്വൽ ആയിട്ട് വന്നു. സോ ഇതാണ് എന്ത്, ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടിടത്തും അഭികാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളിലുമുള്ള ഒരേ ഇനം ആറ്റങ്ങളുടെ എണ്ണം എന്തായിരിക്കണം, തുല്യമായിരിക്കണം. ഇവിടെ 2 ഹൈഡ്രജൻ ആണെങ്കിൽ ഇവിടെയും 2 ഹൈഡ്രജൻ ആയിരിക്കണം പ്രോഡക്റ്റിൽ. അഭികാരങ്ങളിൽ 2 ക്ലോറിൻ ആണെങ്കിൽ ഇവിടെയും 2 ക്ലോറിൻ ആയിരിക്കണം. ഇവിടെ 1 സിങ്ക് ആണെങ്കിൽ ഇവിടെ 1 സിങ്ക് ആയിരിക്കണം. അപ്പോൾ ഒരേ ആറ്റങ്ങളുടെ എണ്ണം രണ്ടിടത്തും എങ്ങനെയായിരിക്കണം, ഒരുപോലെ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സമീകൃത രാസ സമവാക്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചില സമീകൃത രാസസമവാക്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ അഭികാരകങ്ങളെയും ഉൽപ്പന്നങ്ങളുടെയും പട്ടിക എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കുക, ഇത് നമുക്ക് അറിയുന്നതാണ്. എന്താണ് അഭികാരങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഏതൊക്കെയാണ്, ഇവിടെ കാർബൺ എന്ന് പറയുന്നത് അഭികാരകമാണ്, ഓക്സിജൻ അഭികാരകമാണ്, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ. ഇവിടെ കാർബണും ഓക്സിജനും ആണ് അഭികാരകങ്ങൾ, ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അടുത്ത ഇവിടെ H2 അതുപോലെ തന്നെ Cl2 എന്ന് പറയുന്ന അഭികാരകമാണ്, 2HCl എന്ന് പറയുന്നതാണ് ഉൽപ്പന്നം. അടുത്ത ഇവിടെ 2H2 അതുപോലെ തന്നെ O2 എന്ന് പറയുന്നതാണ് അഭികാരങ്ങൾ, 2H2O എന്ന് പറയുന്നതാണ് എന്ത്, ഉൽപ്പന്നം എന്ന് പറയുന്നത് അല്ലേ. ഇവിടെയും അതുപോലെ തന്നെയാണ്, നമുക്കറിയാം അല്ലേ. റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എന്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ തന്നിട്ടുള്ള വിലയിരുത്താം എന്ന് പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഇതൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കുക, താഴെ കൊടുത്തവയെ മൂലകങ്ങൾ, സംയുക്തങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കുക. മൂലകങ്ങൾ, സംയുക്തങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാനാണ് പറഞ്ഞത്. നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ച കാര്യമാണ് അല്ലേ. അമോണിയ എന്ന് പറയുന്നത് എന്താണ്, ഒരു സംയുക്തമാണ്. കാരണം എന്താണ്, നൈട്രജനും ഹൈഡ്രജനും കൂടെ ചേർന്നതാണ് അല്ലേ, NH3 ആണ് അമോണിയ. അപ്പോൾ നൈട്രജനും ഹൈഡ്രജനും കൂടെ ചേരുന്നതാണ് എന്താ, അമോണിയ. സോ അമോണിയ എന്ന് പറയുന്നത് എന്താണ്, ഒരു സംയുക്തമാണ്. പഞ്ചസാര കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മിശ്രിതമാണ്. സോ പഞ്ചസാര എന്ന് പറയുന്നത് എന്താണ്, ഒരു സംയുക്തമാണ് അല്ലേ. അപ്പോൾ അമോണിയ, പഞ്ചസാര ഇത് രണ്ടും എന്താണ്, സംയുക്തമാണ്, കോമ്പൗണ്ട് ആണെന്ന് അറിയാൻ വേണ്ടി ഞാൻ C എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നൈട്രജൻ എന്ന് പറയുന്നത് N അല്ലേ. നൈട്രജൻ എന്ന് പറയുന്നത് എന്താണ്, അതൊരു മൂലകമാണ്, എലമെന്റ് ആണ്. ഓക്കെ, E എന്ന് കൊടുത്തു. മർക്കുറി എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഒരു എലമെന്റ് തന്നെയാണ്. ദെൻ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ NaCl, സോഡിയവും ക്ലോറിനും കൂടെ ചേരുന്നതാണ്. സോ അതെന്താണ്, ഒരു കോമ്പൗണ്ട് ആണ് അല്ലേ, സംയുക്തമാണ്. അടുത്തത് ജലം എന്ന് പറയുന്നത് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മിശ്രിതമാണ്. സോ കോമ്പൗണ്ട് ആണ്. കോപ്പർ സൾഫേറ്റ് എന്ന് പറയുമ്പോൾ കോപ്പറും സൾഫറും കൂടെ ചേരുന്നതാണ്. സോ അതും ഒരു കോമ്പൗണ്ട് ആണ്. സോഡിയം എന്ന് പറയുന്നത് എന്താണ്, അത് ഒരു മൂലകമാണ് അല്ലെ, എലമെന്റ് ആണ് സോഡിയം എന്ന് പറയുന്നത്. ദെൻ കാർബൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു മൂലകമാണ്, എലമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ മെർക്കുറി, സോഡിയം, കാർബൺ, നൈട്രജൻ ഇതെല്ലാം മൂലകമാണ്. അമോണിയ, പഞ്ചസാര, സോഡിയം ക്ലോറൈഡ്, ജലം, കോപ്പർ സൾഫേറ്റ് ഇതെല്ലാം എന്താണ്, ഇതെല്ലാം സംയുക്തങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ പ്രവർത്തിച്ച് അമോണിയ ഉണ്ടാവുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യമാണ് തന്നിട്ടുള്ളത്. N2 + 3H2 gives 2NH3. ഈ പ്രവർത്തനത്തിലെ അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും ഏവ. അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും ഏതാണെന്ന് നമുക്കറിയാം അല്ലേ. അഭികാരകങ്ങൾ ഏതാണ്, നൈട്രജനും ഹൈഡ്രജനുമാണ് അഭികാരകങ്ങൾ, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. റിയാക്റ്റൻസ് നൈട്രജനും ഹൈഡ്രജനും. ഉൽപ്പന്നം എന്ന് പറയുന്നത് അമോണിയ ആണ്, NH3 ആണ് അല്ലേ. ഇനി അടുത്തത്, അഭികാരകങ്ങളിലെ ആകെ തന്മാത്രകളുടെയും ആറ്റങ്ങളുടെയും എണ്ണം കണക്കാക്കുക. ആകെ തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ് അല്ലെ. 4. കാരണം എന്താണ്, ഇവിടെ 3 ഹൈഡ്രജനും 1 നൈട്രജനും ആണ് അല്ലെ. 3 ഹൈഡ്രജനും 1 നൈട്രജൻ, N2 എന്ന് പറയുമ്പോൾ 1 നൈട്രജൻ എന്നാണ്. അപ്പോൾ 3 1 എത്രയായി, 4 തന്മാത്രകളാണ്. 1 ഹൈഡ്രജനും 1 നൈട്രജൻ തന്മാത്രയും 3 ഹൈഡ്രജൻ തന്മാത്രയും. അപ്പോൾ എത്രയായി, ടോട്ടൽ 4 തന്മാത്രയായി. ഇനി ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്, ഇവിടെ നൈട്രജൻ അല്ലെ. നൈട്രജൻ എന്ന് പറയുന്നതിൻ്റെ 2 പ്ലസ്
ഹൈഡ്രജൻ്റെ എത്രയാണ് 3 × 2 അല്ലേ, ഹൈഡ്രജൻ 2, ഇവിടെ ഒരു 3 ഉണ്ട്, അപ്പോൾ 3 × 2 എത്രയായി 6 അല്ലേ, അപ്പോൾ 6ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയായി 8 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ മൊത്തം എത്രയായി 8 ആറ്റങ്ങളുമാണ് ഉള്ളത്. ഓക്കെ, അപ്പം 4 തന്മാത്രകൾ. 4 തന്മാത്ര എങ്ങനെയാണ് വന്നത്? ഒരു നൈട്രജൻ അല്ലേ, ഒരു നൈട്രജൻ ഇവിടെയുണ്ട്. N2 എന്ന് പറയുമ്പോൾ ഒരു നൈട്രജൻ ആണ്, പ്ലസ് എന്താണ് 3H2, 3 ഹൈഡ്രജനാണ്. അപ്പോൾ 3 ഹൈഡ്രജനും ഒരു നൈട്രജനും കൂടെ ചേർന്നാൽ എത്രയായി 4 എണ്ണമായി. അപ്പോൾ 4 തന്മാത്രയുണ്ട്. ആറ്റം എന്ന് പറയുന്നത് 8 ആണ്. 3 2 6 പ്ലസ് എന്താണ് ഇവിടെ 2, അപ്പോൾ 8 ആറ്റങ്ങളും ഉണ്ട്. ഇനി ഉൽപ്പന്നങ്ങളിലെ ആകെ തന്മാത്രകളുടെ എണ്ണവും ആറ്റങ്ങളുടെ എണ്ണവും കണ്ടെത്തുക. ഉൽപ്പന്നങ്ങളിലെ ആകെ തന്മാത്രകൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഉൽപ്പന്നത്തിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 2NH3 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് തന്മാത്രകൾ? 2 അല്ലേ, ഇവിടെ പിറകിൽ കിടക്കുന്നതാണ് തന്മാത്രയുടെ എണ്ണം. അപ്പോൾ 2 എന്ന് പറയുന്നതാണ് ഉൽപ്പന്നങ്ങളിലെ ആകെ തന്മാത്ര. ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ 2 അല്ലേ, 2 × 3. അപ്പോൾ ഹൈഡ്രജൻ എത്രയായി 6, 2 × 3 6 പ്ലസ് ഇവിടെ ഒരു നൈട്രജൻ ആണ് അല്ലേ, അപ്പോൾ 2 × 1 എന്ന് പറയുന്നത് എത്രയാണ് 2. അപ്പോൾ 2 + 6 എത്രയാണ് 8. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുമ്പോൾ ഈ തന്മാത്രകളുടെ പിറകിൽ കിടക്കുന്ന നമ്പർ ഇൻറ്റു താഴത്തെ ആറ്റത്തിൻ്റെ നമ്പർ, അത് രണ്ടും കൂടെ ഗുണിക്കുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ആറ്റം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 2 × ഈ 2 എന്ന് പറയുന്നത് എന്താണ്? കോമൺ ആണ്. അതായത് നൈട്രജനും ബാധകമാണ്, ഹൈഡ്രജനും ബാധകമാണ്. അപ്പോൾ 2 × നൈട്രജൻ 1 അല്ലേ, അപ്പോൾ 2 × 1 2 പ്ലസ് 2 × 3 ഹൈഡ്രജൻ്റെ 3ഉം കൂടെ കൂടുമ്പോൾ 6. അപ്പോൾ 6 + 2 എത്രയാണ്? 8 ആറ്റങ്ങളാണ് ടോട്ടലായിട്ട് വരിക. തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ പിറകിൽ കിടക്കുന്ന നമ്പറിൽ ഇടതുവശത്ത് കിടക്കുന്ന നമ്പർ, അതായത് ഇവിടെ അഭികാരങ്ങളുടെ ആണെങ്കിൽ 3 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ, 3 എന്നാണ് പുറകിൽ കിടക്കുന്നത്. അപ്പോൾ 3 ഹൈഡ്രജനും ഒരു നൈട്രജനുമാണ്. അപ്പോൾ 3 1 4 തന്മാത്ര. ഓക്കെ, എങ്ങനെയാണ് വന്നതെന്ന് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ അത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കുക. അഭികാരകങ്ങളിലെയും ഉൽപ്പന്നങ്ങളുടെയും ആറ്റങ്ങളുടെ എണ്ണങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? അഭികാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും ആകെ ആറ്റങ്ങളുടെ എണ്ണം എന്താണ്? തുല്യമാണ്, 8 അല്ലേ, രണ്ടിടത്തും എങ്ങനെയാണ് 8 ആണ് വരുന്നത്. രണ്ടും തുല്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കുക. N എന്നത് നൈട്രജൻ്റെ പ്രതീകമാണ് അല്ലേ. അപ്പോൾ ഇതിൽ N2, 2N, 2N2 എന്നിവ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. N2 എന്ന് പറയുന്നത് എന്താണ്? ഒരു നൈട്രജൻ തന്മാത്രയാണ് അല്ലേ. N2 എന്ന് പറയുന്നത് ഒരു നൈട്രജൻ തന്മാത്രയാണ്. 2N എന്ന് പറയുന്നത് എന്താണ്? 2 നൈട്രജൻ ആറ്റമാണ്. N എന്ന് പറയുന്നതാണ് ഒരു നൈട്രജൻ ആറ്റം. അപ്പോൾ 2N എന്ന് പറഞ്ഞാൽ എന്താണ്? 2 നൈട്രജൻ ആറ്റമാണ്. N2 എന്ന് പറയുന്നത് ഒരു നൈട്രജൻ തന്മാത്രയാണ്. ഇനി 2N2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 നൈട്രജൻ തന്മാത്രയാണ് അല്ലേ. N2 എന്ന് പറയുന്നത് ഒരു നൈട്രജൻ തന്മാത്രയാണെങ്കിൽ 2N2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 നൈട്രജൻ തന്മാത്രയാണ്. 2 നൈട്രജൻ തന്മാത്രയാണ്. ഓക്കെ, അപ്പോൾ N2 എന്ന് പറയുന്നത് ഒരു നൈട്രജൻ തന്മാത്ര. N എന്ന് പറയുന്നത് എന്താണ്? ഒരു നൈട്രജൻ ആറ്റം. 2N എന്ന് പറഞ്ഞാൽ 2 നൈട്രജൻ ആറ്റം. 2N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നൈട്രജൻ തന്മാത്ര. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, അടുത്തത് എന്താണ്? 5N2 അതിൽ എത്ര തന്മാത്രകളും ആറ്റങ്ങളും ഉണ്ട്? 5N2 അല്ലേ, 5N2. 5N2 എന്ന് പറയുന്നതിൽ എത്ര ആറ്റമുണ്ട്, എത്ര തന്മാത്രയുണ്ട്? എത്ര തന്മാത്രയുണ്ട്? 5 തന്മാത്രയുണ്ട് അല്ലേ. N2 എന്ന് പറയുന്നതാണ് ഒരു തന്മാത്ര. അപ്പോൾ ഇവിടെ 5N2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 5 തന്മാത്രയുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു രാസസൂത്രം തന്നിട്ട് അതിൽ എത്ര തന്മാത്രയുണ്ട് അല്ലെങ്കിൽ എത്ര ആറ്റം ഉണ്ടെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ 5N2 എന്ന് പറയുമ്പോൾ 5 എന്താണ്? 5N2 എന്ന് പറയുന്നത്, N2 എന്ന് പറയുന്നത് ഒരു തന്മാത്രയാണ്, ഒരു നൈട്രജൻ തന്മാത്രയാണ്. സോ ഇവിടെ 5 തന്മാത്രയുണ്ട്. അപ്പോൾ തന്മാത്രകളുടെ എണ്ണം 5. ഇനി ആറ്റത്തിൻ്റെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 × 2 ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ആറ്റത്തിൻ്റെ എണ്ണമായി 5 × 2 10. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആറ്റവും തന്മാത്രയും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ ഒരു ടേബിൾ നോക്കുക. നമ്മൾ നേരത്തെ ഈ ഒരു ടേബിൾ ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ പഠിച്ചില്ലേ, എത്ര തന്മാത്രകളുണ്ട്, എത്ര ആറ്റങ്ങളുണ്ട് എന്നുള്ളത്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് ഈ ഒരു ടേബിൾ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോക്കുക, ഓക്സിജൻ O2 എന്ന് പറയുന്നു. O2 എന്ന് പറയുന്നതിലെ തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? O2 എന്ന് പറയുന്നത് ഒരു ഓക്സിജൻ തന്മാത്രയാണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, N2 എന്ന് പറയുന്നത് ഒരു നൈട്രജൻ തന്മാത്രയാണ്. അപ്പോൾ O2 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓക്സിജൻ തന്മാത്രയാണ്.
ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ഒരു ഓക്സിജൻ ആറ്റം എന്ന് പറയുന്നത് O ആണ്. അപ്പോൾ O2 എന്ന് പറയുന്നത് 2 ഓക്സിജൻ ആറ്റമാണ് അല്ലേ? 2 ഓക്സിജൻ ആറ്റമാണ് O2 എന്ന് പറയുന്നത്. തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? O2 എന്ന് പറയുന്നത് ഒരു തന്മാത്രയാണ്. ഇനി 2N2 എന്ന് തന്നിട്ടുണ്ട്. N2 എന്ന് പറയുന്നത് എന്താണ്? ഒരു നൈട്രജൻ തന്മാത്രയാണ്. അപ്പോൾ ഇവിടെ 2 ഇട്ടാലോ? 2N2 എന്ന് പറയുമ്പോൾ 2 നൈട്രജൻ തന്മാത്രയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ആറ്റങ്ങളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്യണം? ഇത് തന്മാത്രയുടെ എണ്ണം, പുറകെ കിടക്കുന്നത് തന്മാത്രയുടെ എണ്ണമാണ് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കുക. നിങ്ങളൊരു എക്സാമ്പിൾ എഴുതുക. N2 തന്നെ എക്സാമ്പിളായിട്ട് എടുക്കുക. N2 എന്ന് പറയുന്നത് എഴുതി വെച്ചേക്കുക. N2 എന്ന് പറയുന്നത് ഒരു നൈട്രജൻ തന്മാത്ര. ഓക്കെ, എത്രയാണ്? ഒരു നൈട്രജൻ തന്മാത്ര. ഇനി ഇതിൻ്റെ പുറകെ കിടക്കുന്ന നമ്പറാണ് തന്മാത്രകളുടെ എണ്ണം. ഇപ്പോൾ ഇവിടെ 2N2 എന്നുണ്ടെങ്കിൽ ഈ 2 ആണ് തന്മാത്രകളുടെ എണ്ണം. തന്മാത്രയുടെ എണ്ണം എന്ന് പറയുന്നത് ഈ പുറകെ കിടക്കുന്നതാണ്. ഇനി ആറ്റങ്ങളുടെ എണ്ണം കാണാനായിട്ട് എന്ത് ചെയ്യണം? ആറ്റങ്ങളുടെ എണ്ണം കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നോക്കുക. ആറ്റങ്ങളുടെ എണ്ണം കാണാനായിട്ട് ഈ തന്മാത്രയുടെ എണ്ണവും ഇവിടെ കിടക്കുന്ന നമ്പറും കൂടെ ഗുണിക്കുക. അതായത് ഇത് തമ്മിൽ ഗുണിക്കുക. 2 × 2 ചെയ്യുക. 2 × 2 എത്രയാണ്? 4 ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആറ്റം കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് N2 എന്ന് പറയുന്നത് എന്താണ്? ഒരു നൈട്രജൻ തന്മാത്രയാണ്. അതിൻ്റെ പുറകിൽ ഒരു 2 ഇട്ട് കഴിഞ്ഞാൽ ഈ 2 തന്മാത്രയുടെ എണ്ണമാണ്. ഈ 2 2ഉം കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ആറ്റത്തിൻ്റെ എണ്ണം കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. 2N2 എന്ന് പറയുമ്പോൾ 2 നൈട്രജൻ തന്മാത്ര. ഓക്കെ, അപ്പോൾ തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ 2 × 2 ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് 6Cl2. 6Cl2 എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് എടുത്തെഴുതാം. 6Cl2. ഇതിലെ തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? ഇവിടെ 6 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ 6 തന്മാത്രയാണ്. ഓക്കെ, അപ്പോൾ 6 തന്മാത്രയാണ് അല്ലേ? 6 തന്മാത്ര. ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 6 2 12. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തത് 2He എന്ന് പറയുന്നത് എന്താണ്? 2He ആണ്. ഇവിടെ തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? 2 അല്ലേ? 2 ഉണ്ട്. ദെൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 2 തന്നെയാണ്. കാരണം എന്താണ്? He എന്ന് പറയുന്നത് ഹീലിയം ഒന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ 2 × ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ 1 എന്നാണ് അർത്ഥം. 2 × 1 എത്രയാ? 2 തന്നെയാണ് അല്ലേ? അപ്പോൾ തന്മാത്രകളുടെ എണ്ണം 2 ആണ്, ആറ്റങ്ങളുടെ എണ്ണം 2 ആണ്. അടുത്തത് നോക്കൂ, 5Na അല്ലേ? 5Na എന്ന് പറയുന്നതിൽ തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? 5 അല്ലേ? 5 ആണ്. ദെൻ ആകെ ആറ്റങ്ങളുടെ എണ്ണം 5 × 1 എത്രയാണ്? 5 തന്നെയാണ്. ഇനി O3 എന്ന് പറയുമ്പോൾ നോക്കുക, O3 ഇവിടെ തന്മാത്രകളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. O3 എന്ന് പറയുന്നതിൽ എത്ര നൈട്രജൻ തന്മാത്രയുണ്ട്? 1 ആണുള്ളത് അല്ലേ? പുറകിൽ നമ്പർ വേറെ ഏതും ഇല്ല. അപ്പോൾ 1 ആണുള്ളത്, ഒരു തന്മാത്രയാണുള്ളത്. ആറ്റം എത്രയാണ്? 3 ആറ്റങ്ങളുണ്ട് അല്ലേ? 3 ആറ്റങ്ങളുണ്ട്. P4 എന്ന് പറയുമ്പോഴത്തേനും ഒരു തന്മാത്രയാണ്, 4 ആറ്റങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ തന്മാത്രകളുടെ എണ്ണം ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് നോക്കുക, ചില രാസസമവാക്യങ്ങൾ നൽകിയിരിക്കുന്നു. ഇതിൽ സമീകൃത സമവാക്യങ്ങൾ ഏതൊക്കെയാണ്? ബാലൻസ്ഡ് ഇക്വേഷൻ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, ആദ്യത്തേത് C+O2 gives CO2. അപ്പോൾ ഇതെങ്ങനെയാണ്? സമീകൃതമാണോ അല്ലയോ എന്ന് നോക്കുക. അഭികാരകങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും വരുന്ന അവിടെ ആറ്റങ്ങൾ വരുന്നത് കൃത്യമാണോ? ഇവരുടെ നമ്പർ അല്ലെ, എണ്ണം കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇവിടെ നോക്കുക, ഇവിടെ ഒരു കാർബൺ, ഇവിടെയും ഒരു കാർബൺ, ഇവിടെ 2 ഓക്സിജൻ, ഇവിടെയും 2 ഓക്സിജൻ അല്ലേ? അപ്പോൾ അത് രണ്ടും തുല്യമാണ്. സോ ഇതെന്താണ്? ഇത് സമീകൃത ഇക്വേഷൻ ആണ്. അടുത്തത് CH4+2O2 gives CO2+2H2O. അപ്പോൾ ഇതും കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി നമുക്ക് നോക്കാം. CH4 അല്ലേ? ഇവിടെ കാർബൺ എന്ന് പറയുന്നത് 1 ആണ്, ഇവിടെയും ഒരെണ്ണമാണ് ഉള്ളത്. ഇനി H4, ഇവിടെ H4 ഉണ്ട്. ഇവിടുത്തെ ഇക്വേഷനിലോ ഇവിടെ നോക്കുക 2H2O എന്നാണ് അല്ലേ? 2H2. അപ്പോൾ 2 × 2 എത്രയാണ്? 4 അല്ലേ? അപ്പോൾ ഇവിടെയും H എന്തുണ്ട്? 4 ആറ്റം ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെയും H4 വരുന്നുണ്ട്, ഇവിടെയും H4 വരുന്നുണ്ട്. ദെൻ അടുത്തത് 2O2 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? CO2 ഉണ്ട്. ഇവിടെ ശരിക്കും എത്ര തന്മാത്രകൾ? 2 O2, അതായത് 2 ഓക്സിജൻ തന്മാത്രകൾ. അപ്പോൾ ഇവിടെ എത്ര ആറ്റം ഉണ്ട്? 2O2 എന്ന് പറയുമ്പോൾ 4 ഓക്സിജൻ തന്മാത്രകൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും അതുപോലെ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ CO2-ൽ ഓക്സിജൻ 2 ഉണ്ട്. ഇനി ഇവിടെ എന്തുണ്ട്? 2H2O എന്ന് പറയുന്നതിൽ 2 എന്ന് പറയുന്നത് H2-ന് മാത്രമല്ല Oയ്ക്കും കൂടെ ബാധകമാണ്. അപ്പോൾ ഇവിടെയും എന്തുണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 2 ഓക്സിജനും ഇവിടുത്തെ 2 ഓക്സിജനും കൂടെ ചേരുമ്പോൾ 4 ഓക്സിജനായി. ഓക്കെ, അപ്പോൾ രണ്ടിടത്തും 4 ഓക്സിജനും ആയി. അപ്പോൾ ഇതെന്താണ്? സമീകൃത ഇക്വേഷൻ ആണ്. രണ്ടിടത്തും ഒരേപോലെയാണ് വരുന്നത്. അടുത്തത്
N2 പ്ലസ് O2 ഗീവ്സ് NO. കറക്റ്റ് ആണോ? ഇല്ല, അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. ഇവിടെ 2 നൈട്രജൻ ആണ്, ഇവിടെ 1 നൈട്രജൻ, ഇവിടെ 2 ഓക്സിജൻ ആണ്, ഇവിടെ 1 ഓക്സിജൻ ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ അത് കറക്റ്റ് അല്ല, സമീകൃതമല്ല. അപ്പോൾ അതിന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, സമീകൃതമാക്കുക എന്ന് പറഞ്ഞിട്ട്. കണ്ടോ, സമീകരിക്കാത്ത സമവാക്യങ്ങൾ സമീകരിച്ച് എഴുതുക. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ അത് എഴുതാം അല്ലേ. N2 പ്ലസ് O2 ഗീവ്സ് 2NO അല്ലേ. N2 പ്ലസ് O2 ഗീവ്സ് NO എന്നാണ് തന്നിട്ടുള്ളത്. അത് കറക്റ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? N2 പ്ലസ് O2 ഗീവ്സ് NO എന്നുള്ളത് ഇവിടെ ഓരോന്നേ ഉള്ളൂ. ഇവിടെ 2 എണ്ണം ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2നും കൂടെ ഒരു കോമൺ ആയി 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? Nഉം 2ആയി, ഓക്സിജനും 2ആയി. അപ്പോൾ N2 പ്ലസ് O2 ഗീവ്സ് 2NO എന്നായി കഴിഞ്ഞാൽ ഇത് കറക്റ്റായി. ഓക്കെ, അടുത്തത് നോക്കുക. CaCO3 ഗീവ്സ് CaO പ്ലസ് CO2. ഇത് കറക്റ്റ് ആണോ നോക്കുക. ഇവിടെ ഒരു കാൽസ്യം, ഇവിടെയും ഒരു കാൽസ്യം അല്ലേ. ഇവിടെ ഓക്സിജൻ എത്രയാണ്? 3 എണ്ണമാണ്. ഇവിടെയോ? ഇവിടെ COOയിൽ 1 എണ്ണം ഓക്സിജൻ അല്ലേ, CO2യിൽ 2 എണ്ണം. അപ്പോൾ 2 1 3 ഓക്സിജനായി. ദെൻ ഇവിടെ എന്താണ്? കറക്റ്റാണ് അല്ലേ, ഒരു കാൽസ്യവും 3 ഓക്സിജനും. കാർബൺ എന്ന് പറയുന്നത് ഇവിടെ 1 എണ്ണം, ഇവിടെയും 1 എണ്ണമാണ്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് സമീകൃത ഇക്വേഷൻ ആണ്. അടുത്തത് H2 പ്ലസ് I2 ഗീവ്സ് HI. നേരത്തെ പോലെ തന്നെയാണ് അല്ലേ. ഇവിടെ ഒരു 2ന്റെ കുറവുണ്ട്. H2 പ്ലസ് I2, രണ്ടിടത്തും 2 ഹൈഡ്രജൻ ഉള്ളത്, 2 ഹൈഡ്രജനും 2 ഐയും ഉള്ളത് കൊണ്ട് നമുക്കിവിടെ എന്ത് ചെയ്യണം? HIയുടെ പുറകിൽ ഒരു 2 ഇട്ട് കൊടുക്കണം കോമൺ ആയിട്ട്. അപ്പോൾ 2HI എന്ന് വന്നാലാണ് അത് കറക്റ്റ് ആവത്തുള്ളൂ. ഓക്കെ, അടുത്തത് Fe പ്ലസ് HCl ഗീവ്സ് FeCl2 പ്ലസ് H2. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ Cl2, ഇവിടെ 2 ക്ലോറിൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. പക്ഷേ ഇവിടെ എന്താണ്? രണ്ടിടത്തും അത് ഓരോന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യണം? അത് കറക്റ്റ് ആക്കണം. അപ്പോൾ Fe പ്ലസ് ഇവിടെ എന്താക്കണം? Hഉം 2 വേണം, Clഉം എന്താണ്? 2 വേണം അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഈ HClന്റെ ഫ്രണ്ടിൽ ഒരു 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ Fe പ്ലസ് 2HCl എന്നായിക്കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റാണ് FeCl2 പ്ലസ് H2 അല്ലേ. രണ്ടിടത്തും ഹൈഡ്രജനും 2 ആവും, ക്ലോറിനും 2 ആവും. അപ്പോൾ Fe പ്ലസ് 2HCl ആയിട്ട് മാറും. അടുത്തത് CO2 പ്ലസ് C ഗീവ്സ് CO. CO2 പ്ലസ് C ഗീവ്സ് CO. ഇതെന്താണ്? ഇത് സമീകൃതമാണോ? അല്ല. കാരണം എന്താണ്? ഇവിടെ ഓക്സിജൻ 2 എണ്ണം ഉണ്ട്, ഇവിടെ 1 എണ്ണേ ഉള്ളൂ അല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ അത് കറക്റ്റ് ആക്കാൻ എന്ത് ചെയ്യണം? CO2 പ്ലസ് C ഗീവ്സ് ഇവിടെ 2 വരണമെങ്കിൽ കോമൺ ആയിട്ട് എന്ത് ചെയ്യണം? ഒരു 2 ഇട്ട് കൊടുക്കണം. അപ്പോൾ 2CO എന്നായിട്ട് മാറും. CO2 പ്ലസ് C ഗീവ്സ് 2CO. ഓക്കെ, അപ്പോൾ നമ്മൾ സമീകരിച്ചത് കണ്ടെത്തി, സമീകരിക്കാത്തവ സമീകരിച്ച് എഴുതി അല്ലേ. അടുത്ത ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തുക. ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. നോക്കുക, ഒരു മൂലകത്തിലെ എല്ലാ ആറ്റങ്ങളും ഒരേ സ്വഭാവം കാണിക്കുന്നു. ശരിയാണല്ലോ. ഓക്കെ, ശരിയാണ്. അടുത്തത്, ഒരു സംയുക്തത്തിലെ മൂലക ആറ്റങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലെ. ഒരു സംയുക്തത്തിലെ മൂലക ആറ്റങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ശരിയാണ്. കാരണം ജലം എന്ന് പറയുന്ന ഒരു സംയുക്തം എടുത്താൽ അതിൽ ഹൈഡ്രജൻ ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും. അപ്പോൾ അത് മൂലക ആറ്റങ്ങൾ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ അതും കറക്റ്റാണ്. അടുത്തത്, മൂലകങ്ങൾ ശുദ്ധപദാർത്ഥങ്ങളാണ്. ഓക്കെ, ശരിയാണല്ലോ. മൂലകങ്ങൾ ശുദ്ധപദാർത്ഥങ്ങളാണ്. അടുത്തത് നോക്കുക, ഹൈഡ്രജൻ ഒരു ഏകാറ്റോമിക തന്മാത്രയാണ്. അത് തെറ്റാണ് അല്ലേ. ഹൈഡ്രജൻ എന്ന് പറയുന്നത് H2 ആയിട്ടാണ് നിൽക്കുക അല്ലേ. അതൊരു ദ്വയാറ്റോമിക തന്മാത്രയാണ്. 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന് മാത്രമേ നിൽക്കത്തുള്ളൂ സ്വതന്ത്രമായിട്ട് അല്ലേ. അപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റം ചേർന്നുണ്ടാകുന്നതുകൊണ്ട് അത് ദ്വയാറ്റോമികമാണ് അല്ലേ. അപ്പോൾ ഏകാറ്റോമിക തന്മാത്രയാണെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്, ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയുമായി ബന്ധപ്പെടുത്തി ഒരു ചാപ്റ്ററും കൂടെ പഠിക്കാനുണ്ട്. 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആറ്റത്തിൻ്റെ ഘടന, ആ ഒരു ചാപ്റ്റർ നമുക്ക് നോക്കാം. ഇതാണ് 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ, ആറ്റത്തിൻ്റെ ഘടന എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററും കൂടെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്ന് പറയുന്ന ഭാഗം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, നോക്കുക, തന്മാത്രകളെ വീണ്ടും ചെറുതാക്കാനാകുമെന്നും അപ്പോൾ കിട്ടുന്ന അതിസൂക്ഷ്മ കണങ്ങളാണ് ആറ്റങ്ങൾ എന്നും നമ്മൾ പഠിച്ചു അല്ലേ. തന്മാത്രകളെ വീണ്ടും ചെറുതാക്കാം, അപ്പോൾ കിട്ടുന്ന ചെറിയ കണങ്ങളാണ് ആറ്റങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു. അതായത് ഓരോ പദാർത്ഥത്തിൻ്റെയും തന്മാത്രകൾ ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള ആറ്റങ്ങൾ കൊണ്ടാണ്. ആറ്റത്തെക്കുറിച്ചും പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചുമൊക്കെ 1807 ജോൺ ഡാൾട്ടൺ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. ഓക്കെ, ആറ്റത്തെക്കുറിച്ചും പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് 1807 ജോൺ ഡാൾട്ടൺ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത്. അപ്പോൾ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. അറ്റോമിക സിദ്ധാന്തത്തിൽ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഏതാണ്ട് 1 നൂറ്റാണ്ടോളം നിലനിന്നു.
കാരണം ഇതിനെ ശാസ്ത്രീയമായി നിരാകരിക്കാൻ ഉതകുന്ന നിരീക്ഷണങ്ങളോ പരീക്ഷണ ഫലങ്ങളോ നിഗമനങ്ങളോ ആവിഷ്കരിക്കാൻ ശാസ്ത്രലോകത്തിന് അന്ന് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇവിടെ ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ എന്തെല്ലാമാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കത് താഴെ ഒരു കോളമായിട്ട് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പഠിക്കാം. നോക്കുക. യുക്തിചിന്തയിൽ അധിഷ്ഠിതമായ ചില കാഴ്ചപ്പാടുകളാണ് ജോൺ ഡാൾട്ടൺ മുന്നോട്ട് വെച്ചത്. ഇത് പരീക്ഷണ നിരീക്ഷണങ്ങളുടെയോ ശാസ്ത്രീയമായ തെളിവുകളുടെയോ പിൻബലം ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും പദാർത്ഥ നിർമ്മിതിയുടെ അടിസ്ഥാനത്തെക്കുറിച്ചും അവയുടെ സവിശേഷതയെക്കുറിച്ചും ഏറെക്കുറെ യുക്തിസഹമായ വിശദീകരണം നൽകാൻ ഈ സിദ്ധാന്തത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് ഈ സിദ്ധാന്തം ശാസ്ത്രലോകത്ത് വർഷങ്ങളോളം സ്വീകാര്യമായി നിന്നു. അപ്പോൾ ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിൽ പറയുന്ന ആശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതാണ് അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ. എന്തൊക്കെയാണ്? എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ഒന്നാമത്തെ ആശയം എന്താണ്? എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ എന്ത് ചെയ്യാൻ കഴിയില്ല? വിഭജിക്കാൻ കഴിയില്ല. അതുപോലെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളായിരിക്കും. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം എങ്ങനെയായിരിക്കും? ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിപ്പിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? സംയുക്തങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയാണ് അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ. ഇനി ഇവിടെ ജോൺ ഡാൾട്ടനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ആറ്റം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ഇദ്ദേഹത്തിന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖമുണ്ടായിരുന്നു. അതിനാൽ ഈ അസുഖം എന്തറിയപ്പെടുന്നു? ഡാൾട്ടനിസം എന്നറിയപ്പെടുന്നു. അല്ലെ, ഡാൾട്ടനിസം എന്ന് അറിയപ്പെടുന്നു. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, അല്ലെ, വർണ്ണാന്തത, അതിനെ പറയുന്ന പേരാണ് ഡാൾട്ടനിസം എന്ന് പറയുന്നത്. ഡാൾട്ടനിസം എന്ന പേര് വരാൻ കാരണം എന്താണ്? ജോൺ ഡാൾട്ടണ് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതിനെ ഡാൾട്ടനിസം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ആറ്റത്തേക്കാൾ ചെറിയ കണങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അറ്റോമിക സിദ്ധാന്തം നിലനിൽക്കുമ്പോൾ തന്നെ പദാർത്ഥങ്ങളെക്കുറിച്ചും ആറ്റത്തെ വിഭജിക്കാനാകുമോ എന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും തുടർന്നുകൊണ്ടിരുന്നു. ശാസ്ത്രജ്ഞർ നടത്തിയ ഒട്ടേറെ പരീക്ഷണ നിരീക്ഷണ ഫലങ്ങൾ അറ്റോമിക സിദ്ധാന്തത്തിന് വിരുദ്ധമായ ആശയങ്ങളിലേക്ക് നയിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത്, ഒരു ചീപ്പ് എടുത്ത് എണ്ണമയമില്ലാത്ത മുടിയിൽ നല്ലവണ്ണം ഉരസുക. ഉരസിയ ചീപ്പ് വളരെ ചെറിയ പേപ്പർ കഷ്ണങ്ങൾക്ക് സമീപം കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു അട്രാക്ഷൻ ഉണ്ടാവും, അല്ലെ, ഒരു ആകർഷണം ഉണ്ടാവും. അതുപോലെ വീർപ്പിച്ച ഒരു ബലൂൺ എണ്ണമയമില്ലാത്ത മുടിയിൽ നല്ലവണ്ണം ഉരസുക. ബലൂൺ ഒരു ചുമരിൽ ചേർത്ത് വെച്ച ശേഷം കൈയെടുക്കുമ്പോൾ അതും അവിടെ ആകർഷണം ഉണ്ടാവും, അല്ലെ, അത് അവിടെ പറ്റി പിടിച്ചു നിൽക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ചീപ്പ്, ബലൂണ് എന്നീ വസ്തുക്കൾക്ക് ആകർഷിക്കുവാനുള്ള കഴിവുണ്ടായത്? ആകർഷണത്തിന് കാരണമായ എന്തൊക്കെയാണ് ഈ വസ്തുക്കളിൽ ഉള്ളത്? ഇതിൻ്റെ വസ്തുതകളിലേക്ക് നയിച്ച ഏതാനും ശാസ്ത്രജ്ഞരുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾ, നമ്മളിപ്പോൾ പറഞ്ഞ പരീക്ഷണങ്ങളുണ്ടല്ലോ, അതിൻ്റെ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് ശാസ്ത്രജ്ഞന്മാരും അവരുടെ പരീക്ഷണങ്ങളും കണ്ടെത്തലുകളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, ആദ്യം തന്നെ സർ ഹംഫ്രി ഡേവി. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഈ പേര് പഠിച്ചത് ഓർമ്മയുണ്ടോ? സർ ഹംഫ്രി ഡേവി വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്ന് ഒട്ടേറെ മൂലകങ്ങൾ വേർതിരിച്ചെടുത്തു. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ എന്നിവയൊക്കെ ഇതിൽപ്പെടുന്നു. ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ് ഇദ്ദേഹം ഏറ്റെടുത്തത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു, അല്ലെ, എന്താണ് പറഞ്ഞത്? വൈദ്യുതി ഉപയോഗിച്ചിട്ട് ജലത്തിലൂടെ, അല്ലെ, വൈദ്യുതി ജലത്തിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ, ഓക്സിജൻ എന്ന് പറയുന്ന ആറ്റങ്ങൾ അവിടെ ഉണ്ടാവുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അത് കണ്ടെത്തിയത് സർ ഹംഫ്രി ഡേവിയാണ്. അപ്പോൾ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ് ഇദ്ദേഹം ഏറ്റെടുത്തത്. ഈ പരീക്ഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലായി. രണ്ടു തരം വൈദ്യുത ചാർജുകളാണുള്ളത്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഈ വൈദ്യുത ചാർജുകളാണ് ഒരു പദാർത്ഥത്തിന് മറ്റു പദാർത്ഥവുമായി പ്രവർത്തിക്കുവാനുള്ള കഴിവുണ്ടാക്കുന്നത് എന്നുമാണ് അദ്ദേഹം സമർത്ഥിച്ചത്. അപ്പോൾ വൈദ്യുതി കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തിയത് സർ ഹംഫ്രി ഡേവിയാണ്. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും എന്താണ്? ഒരു രണ്ട് തരം വൈദ്യുത ചാർജുകൾ ഉണ്ടെന്നും ഈ വൈദ്യുത ചാർജാണ് ഒരു പദാർത്ഥം മറ്റൊരു പദാർത്ഥവുമായിട്ട് പ്രവർത്തിക്കുവാനുള്ള കഴിവുണ്ടാക്കുന്നത് എന്നുമാണ് സർ ഹംഫ്രി ഡേവി കണ്ടുപിടിച്ചത്. അത് ഓർത്തിരിക്കുക.
അടുത്ത ശാസ്ത്രജ്ഞൻ മൈക്കൽ ഫാരഡേ. മൈക്കൽ ഫാരഡേയുടെ കണ്ടുപിടുത്തം എന്താണെന്ന് നോക്കാം. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മൈക്കൽ ഫാരഡേ ആണ്. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡേ ആണ്. സർ ഹംഫ്രി ഡേവിയുമായി ചേർന്ന് നടത്തിയ പരീക്ഷണങ്ങളിൽ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് തിരിച്ചറിഞ്ഞു. വൈദ്യുതി കടത്തിവിട്ട് ചില ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റാമെന്ന് കണ്ടെത്തി. അതായത് വൈദ്യുത വിശ്ലേഷണം. വൈദ്യുത വിശ്ലേഷണം എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ വൈദ്യുതി കടത്തിവിട്ട് ചില ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റാമെന്ന് കണ്ടെത്തി. തുടർന്ന് ഇത് സംബന്ധിച്ച നിയമങ്ങളും ആവിഷ്കരിച്ചു. വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചു. എന്നാൽ ഇതിന് കാരണമായ വസ്തുതകൾ എന്തെന്ന് വ്യക്തമാക്കുന്നതിന് ഇവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ വൈദ്യുത വിശ്ലേഷണ നിയമം കണ്ടെത്തിയത് ആരാണ്? മൈക്കൽ ഫാരഡേ. അടുത്ത ശാസ്ത്രജ്ഞനാണ് ഹെൻറിച്ച് ഗീസ്ലർ. ഹെൻറിച്ച് ഗീസ്ലർ 1857 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനും ഗ്ലാസ് ബ്ലോവറുമായിട്ടുള്ള, അതായത് ഗ്ലാസ് നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ ആളായിട്ടുള്ള ഹെൻറിച്ച് ഗീസ്ലർ രൂപം കൊടുത്ത ഡിസ്ചാർജ് ട്യൂബിൻ്റെ ആവിർഭാവത്തോടുകൂടി, അപ്പം ഡിസ്ചാർജ് ട്യൂബിന് എന്താണ് രൂപം കൊടുത്തത് ആരാണ്? ഇദ്ദേഹമാണ്. ഹെൻറിച്ച് ഗ്ലീസർ ആണ് ഡിസ്ചാർജ് ട്യൂബിന് രൂപം കൊടുത്തത്. അപ്പം അദ്ദേഹം അതിൻ്റെ ആവിർഭാവത്തോടു കൂടി വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞു. ഗ്ലീസറും ജൂലിയസ് പ്ലക്കറും ചേർന്ന് നടത്തിയ പരീക്ഷണങ്ങൾ പദാർത്ഥങ്ങളുടെ ഘടനയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് വേഗം കൂട്ടി. അടുത്ത ശാസ്ത്രജ്ഞനാണ് ജൂലിയസ് പ്ലക്കർ. ജൂലിയസ് പ്ലക്കറിനെ കുറിച്ച് പറയുമ്പോൾ വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വാതകങ്ങളിൽ വൈദ്യുതി കടന്നു പോകുന്നത്. ഇത് വൈദ്യുത ഡിസ്ചാർജ് എന്ന് അറിയപ്പെടുന്നു. വാതകങ്ങളിലൂടെ ഡിസ്ചാർജ് നടക്കുമ്പോൾ ട്യൂബിനുള്ളിലെ മർദ്ദം ഒരു പരിധിയിൽ കുറഞ്ഞാൽ ഗ്ലാസ് ട്യൂബിൻ്റെ വശങ്ങളിൽ പ്രത്യേക തിളക്കം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടു. ഈ തിളക്കത്തിനടുത്ത് ഒരു കാന്തം കൊണ്ടുവന്നാൽ, അതായത് തിളക്കം കാന്തത്തിൻ്റെ ആകർഷണ വലയത്തിനുള്ളിലാകുമ്പോൾ തിളക്കത്തിൻ്റെ സ്ഥാനം മാറുമെന്നും അദ്ദേഹം കണ്ടെത്തി. ഡിസ്ചാർജ് ട്യൂബിലെ വാതകങ്ങളിൽ നിന്ന് പുറത്തു വന്ന തിളക്കത്തിന് കാരണമായ രശ്മികളിൽ വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യത്തിനുള്ള തെളിവായിരുന്നു. അപ്പോൾ ജൂലിയസ് പ്ലക്കർ എന്ന് പറയുമ്പോൾ ഡിസ്ചാർജ് അല്ലെ, വൈദ്യുത ഡിസ്ചാർജ് എന്ന് പറയുന്നതാണ് അവിടെ മെയിനായിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങൾ. അപ്പം എന്താണ് വൈദ്യുത ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ? വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വാതകങ്ങളിൽ എന്ത് ചെയ്യുന്നത്? വൈദ്യുതി കടന്നു പോകുന്നത്. ഇതിനെയാണ് വൈദ്യുത ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വില്യം ക്രൂക്സിനെ പറ്റി പറയുമ്പോൾ 1875 ഗ്ലീസറുടെ ഡിസ്ചാർജ് ട്യൂബ് നവീകരിച്ച് വില്യം ക്രൂക്സ് നടത്തിയ പരീക്ഷണങ്ങൾ വാതകങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകി. കാഥോഡ് റേ ട്യൂബ് പരീക്ഷണങ്ങളിൽ മർദ്ദം കുറയ്ക്കുമ്പോൾ ട്യൂബിനുള്ളിൽ നിരീക്ഷിച്ച മാറ്റങ്ങളും കാഥോഡ് രശ്മികളുടെ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനവുമാണ് ഇതിലേക്ക് നയിച്ചത്. ഇതിൻ്റെ തുടർച്ചയാണ് ആറ്റത്തെ വിഭജിക്കാനാകുമെന്നും ആറ്റങ്ങൾ അതിനേക്കാൾ സൂക്ഷ്മമായ സബ് ആറ്റോമിക കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നുമൊക്കെയുള്ള കണ്ടെത്തലിലേക്ക് നയിച്ചത്. അപ്പോൾ ടി.വിയുടെ പിക്ചർ ട്യൂബും എക്സ്റേ ട്യൂബും എല്ലാം കാഥോഡ് റേ ട്യൂബുകളാണ്. അപ്പോൾ ഇതെല്ലാം വില്യം ക്രൂക്സുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ശാസ്ത്രജ്ഞൻ യൂഗൻ ഗോൾഡ് സ്റ്റീൻ. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞനാണ് ആര്? യൂഗൻ ഗോൾഡ് സ്റ്റീൻ. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂഗൻ ഗോൾഡ് സ്റ്റീൻ ആണ്. 1886 ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് ആനോഡ് രശ്മികൾ ഉണ്ടാക്കുകയും അതിൻ്റെ സവിശേഷതകൾ പഠിച്ച് പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു. ഇത്തരം പരീക്ഷണങ്ങളും നിരീക്ഷണ ഫലങ്ങളും ഡാൾട്ടന്റെ അറ്റോമിക് സിദ്ധാന്തത്തിനെതിരെയുള്ള ഒട്ടേറെ തെളിവുകൾ ശാസ്ത്ര ലോകത്തിന് നൽകി. അടുത്ത ശാസ്ത്രജ്ഞനാണ്, എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്, വായിച്ചു നോക്കുക കേട്ടോ. വില്യം റോൺജൻ ആണ്. ക്രൂക്സ് ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച വില്യം റോൺജൻ നടത്തിയ പരീക്ഷണങ്ങളാണ് 1895 നവംബർ 8 എക്സ്റേയുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. അപ്പോൾ വില്യം റോൺജന്റെ കണ്ടുപിടുത്തങ്ങളാണ്. ക്രൂക്സ് ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് വില്യം റോൺജൻ നടത്തിയ പരീക്ഷണങ്ങളാണ് 1895 നവംബർ 8 എക്സ്റേയുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. കാഥോഡ് രശ്മികളുടെ പാതയിൽ ഒരു അലൂമിനിയം തകിട് വെച്ച് രശ്മികളെ പ്രതിഫലിപ്പിച്ചു. അപ്പോൾ ഒരു പ്രത്യേക വിവരങ്ങൾ പുറത്തു വരുന്നത് കണ്ടു. അതിനെ എക്സ്റേ എന്ന് വിളിച്ചു. പിന്നീട് ഈ രശ്മികൾ എക്സ്റേ എന്ന് തന്നെ അറിയപ്പെട്ടു. പദാർത്ഥങ്ങളുടെ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനത്തിനിടയിൽ അപ്രതീക്ഷിതമായാണ് ഇത്തരം ഒരു കണ്ടെത്തലുണ്ടായത്. വൈദ്യശാസ്ത്ര രംഗത്തും വ്യാവസായിക നിർമ്മാണ രംഗത്തുമൊക്കെ എക്സ്റേ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. അപ്പോൾ എക്സ്റേയുടെ കണ്ടെത്തൽ ആരാണ്? വില്യം റോൺജൻ.
അടുത്ത ശാസ്ത്രജ്ഞനാണ് ജെ തോംസൺ. ജെ തോംസനെ കുറിച്ച് പറയുമ്പോൾ ജെ തോംസൺ നടത്തിയ പരീക്ഷണങ്ങളാണ് ആറ്റത്തെക്കുറിച്ച് അതുവരെ ഉണ്ടായിരുന്ന ധാരണകൾ തിരുത്താനും പുതിയ ധാരണകൾ രൂപകൽപ്പന ചെയ്യാനും ഇടയാക്കിയത്. ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ആണ് ഉള്ളത് എന്ന് അദ്ദേഹം തെളിയിച്ചു. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്നും വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഉള്ളതെന്ന് കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ്. ഈ കണങ്ങൾക്ക് മാസം ഊർജവും ഉണ്ടെന്ന് വ്യക്തമാക്കി. ഏത് വാതകം എടുത്ത് ഡിസ്ചാർജ് നടത്തിയാലും അവയിൽ നിന്നെല്ലാം ഒരേ ഇനം നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടാകുന്നതിനാൽ എല്ലാ പദാർത്ഥങ്ങളിലുമുള്ള പൊതുഘടകമാണ് ഇത് എന്ന് സമർത്ഥിച്ചു. ഇവ ആറ്റത്തേക്കാൾ സൂക്ഷ്മ കണങ്ങളാണെന്നും ആറ്റത്തിന്റെ ഭാഗമാണെന്നും തെളിയിച്ചു. ഓക്കെ, 1897 ജെ തോംസന്റെ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രലോകം അംഗീകരിച്ചു. അതോടെ ആറ്റത്തെ വിഭജിക്കാനാകുമെന്ന് തെളിഞ്ഞു. ആറ്റത്തിലുള്ള നെഗറ്റീവ് ചാർജുള്ള ഈ കണമാണ് ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ്. ഓക്കെ, ജെ തോംസൺ ആണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് കണ്ടെത്തിയത്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ, നെഗറ്റീവ് ചാർജ്. അടുത്ത ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റുദർഫോർഡ്. ഏണസ്റ്റ് റുദർഫോർഡ് പറയുമ്പോൾ ഇലക്ട്രോണിന്റെ കണ്ടെത്തലോടുകൂടി ആറ്റത്തിലെ മറ്റു കണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമായി. പദാർത്ഥങ്ങളിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യമുണ്ടെന്ന് വളരെ മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിലും ആധികാരികമായി തെളിയിച്ചത് റുദർഫോർഡ് ആണ്. വളരെ നേർത്ത സ്വർണ്ണത്തകിടിലൂടെ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങൾ കടത്തിവിട്ടാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. സ്വർണ്ണത്തകിടിലൂടെ പുറത്തുവരുന്ന ആൽഫ കണങ്ങൾ വൃത്താകൃതിയിൽ ക്രമീകരിച്ച ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിച്ചു. നിരീക്ഷണ ഫലങ്ങൾ വിശകലനം ചെയ്താണ് നിഗമനങ്ങൾ രൂപീകരിച്ചത്. ആറ്റത്തിൽ ഭൂരിഭാഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച ഒരു ഭാഗമുണ്ടെന്നും അദ്ദേഹം സമർത്ഥിച്ചു. ഈ കേന്ദ്രമാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ്. 1911 ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രമുണ്ടെന്ന് ഒരു ശാസ്ത്രലോകം അംഗീകരിച്ചു. തുടർന്ന് അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ 1920 പോസിറ്റീവ് ചാർജിന് കാരണമായ കണങ്ങൾ പ്രോട്ടോൺ ആണെന്ന് തെളിയിക്കപ്പെട്ടു. അതിൻ്റെ ചാർജ് ഒരു ഇലക്ട്രോണിന്റെ ചാർജിന് തുല്യവും വിപരീതവുമാണെന്ന് കണ്ടെത്തി. പ്രോട്ടോണിന്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണെന്ന് നിർണയിച്ചു. അതോടൊപ്പം ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്ത ഒരു കണത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാമെന്ന് പ്രവചിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ് എന്ത് കണ്ടെത്തുന്നത്? പ്രോട്ടോൺ കണ്ടെത്തുന്നത്. ഓക്കെ, പ്രോട്ടോൺ കണ്ടെത്തുന്നത് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. പോസിറ്റീവ് ചാർജ് ആണ് പ്രോട്ടോണിനുള്ളത്. ഓക്കെ, ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ. ഇലക്ട്രോണിന് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ആളാണ് ജെയിംസ് ചാഡ്വിക്ക്. റൂദർഫോർഡിന്റെ ശിക്ഷണത്തിൽ പഠിക്കുകയും പരീക്ഷണത്തിൽ ഏർപ്പെടുകയും ചെയ്ത ജെയിംസ് ചാഡ്വിക്ക് 1932 ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്തതും എന്നാൽ പ്രോട്ടോണിനോളം മാസുള്ളതുമായ കണമുണ്ടെന്നും ശാസ്ത്രീയമായി തെളിയിച്ചു. ചാർജ് ഇല്ലാത്ത ഈ കണമാണ് എന്ത്? ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്ക് ആണ്. ന്യൂട്രോണിന് എന്താണ്? ചാർജ് ഇല്ല. മാസുള്ള കണങ്ങളായ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ന്യൂക്ലിയസിലായതിനാൽ ഒരാറ്റത്തിന്റെ മാസ് മുഴുവൻ ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഏതൊരു മൂലകത്തിന്റെയും മാറ്റങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും എന്തൊക്കെ കൊണ്ടാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ കണങ്ങൾ കൊണ്ടാണ്. ഇവയുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ഒരു മൂലകത്തെ മറ്റു മൂലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയുടെ സവിശേഷതകൾ തന്നിട്ടുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. നോക്കുക, ഇലക്ട്രോണിന് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇനി മാസ് തീരെ കുറവാണ്. ആർക്ക്? ഇലക്ട്രോണിനാണ് ഏറ്റവും മാസ് കുറവ്. ഹൈഡ്രജന്റെ ആറ്റത്തിന്റെ മാസിന്റെ 1837 ഒരു ഭാഗം മാത്രമേ ആർക്കുള്ളൂ? ഇലക്ട്രോണിനുള്ളൂ. മാസ് തീരെ കുറവാണ്. പ്രോട്ടോൺ മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമായിട്ടുള്ളതാണ് പ്രോട്ടോൺ. ഓക്കെ, ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമായിട്ടുള്ളത് ഏതാണ്? പ്രോട്ടോൺ ആണ്. ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ മാസ് എന്താണ്? ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്. അപ്പോൾ പ്രോട്ടോണിനും ന്യൂട്രോണിൻ്റെയും മാസ് എന്താണ്? ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്. ഇലക്ട്രോണിനാണ് മാസ് തീരെ കുറവ്. ഇനി ഇലക്ട്രോൺ എവിടെയാണ്? ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ് അല്ലേ? നമ്മൾ ഇങ്ങനെ ന്യൂക്ലിയസിന് പുറത്ത് ഇങ്ങനെ ഷെല്ലുകളിലായിട്ടാണ് ആര് കാണപ്പെടുന്നത്? ഇലക്ട്രോൺസ് ഇങ്ങനെയാണ് കാണപ്പെടുന്നത് അല്ലേ? ഇപ്പോൾ ഇലക്ട്രോൺസ് കാണപ്പെടുന്നത് ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ്. പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണ്? ന്യൂക്ലിയസിനകത്താണ് അല്ലേ? ന്യൂക്ലിയസ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ന്യൂക്ലിയസ് ഇത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ PN എന്ന് പറഞ്ഞിട്ട് എഴുതും അല്ലേ? ഇപ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിനകത്തും ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് പുറത്തുമായിട്ടാണ് കാണപ്പെടുന്നത്. അടുത്തത് നോക്കാം. ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണ്. ആറ്റത്തിൽ വൈദ്യുത ചാർജുള്ള കണങ്ങളുണ്ട്. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും. എന്നാൽ ആറ്റത്തിനോ ആറ്റങ്ങൾ ചേർന്നുണ്ടായ തന്മാത്രകൾക്കോ ചാർജിന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നില്ല. എന്തുകൊണ്ടാണിത്? ഇവിടെ നോക്കുക, റുദർഫോർഡിന്റെ സൗരയൂഥ മാതൃക വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്.
ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ടെന്നും മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്നും റുദർഫോർഡ് തന്റെ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിരുന്നു. ഓക്കെ, ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ട്, മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്? റുദർഫോർഡ് ആണ്. ആറ്റത്തിന് ഏറെക്കുറെ സ്വീകാര്യമായിട്ടുള്ള മാതൃക നിർദ്ദേശിച്ചത് ഇദ്ദേഹമാണ്. ഈ മാതൃകയാണ് സൗരയൂഥ മാതൃക എന്നറിയപ്പെടുന്നത്. ഓക്കെ, സൗരയൂഥ മാതൃക, പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം, സൗരയൂഥ മാതൃക എന്ന് അറിയപ്പെടുന്നത്. അതായത് ആറ്റത്തിലെ ഘടകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സൗരയൂഥത്തെ പോലെയാണ് എന്ന് കരുതാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സൗരയൂഥത്തിന് ഒരു കേന്ദ്രമുണ്ട്, കേന്ദ്രഭാഗത്ത് സൂര്യൻ, ഗ്രഹങ്ങൾ ഓർബിറ്റിലൂടെ സൂര്യനെ ചുറ്റുന്നു. അതുപോലെ ആറ്റത്തിനും ഒരു കേന്ദ്രമുണ്ട്, കേന്ദ്രഭാഗത്ത് ന്യൂക്ലിയസ് ഉണ്ട്, ഇലക്ട്രോണുകൾ ഷെല്ലിൽ ന്യൂക്ലിയസിന് ചുറ്റും ചുറ്റുന്നു. ഓക്കെ, അപ്പോൾ അതാണ് അദ്ദേഹത്തിന്റെ സൗരയൂഥ മാതൃക. പൊതുവെ റുദർഫോർഡിന്റെ ആറ്റം മാതൃക സ്വീകാര്യമായിരുന്നു. എങ്കിൽ ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ ആകർഷണ വലയത്തിൽ ചുറ്റുമ്പോൾ ഊർജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല. ശാസ്ത്രലോകത്തിന്റെ ഈ സംശയത്തിന് വ്യക്തമായ വ്യാഖ്യാനം നൽകാൻ റുദർഫോർഡിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ മാതൃക അംഗീകരിക്കപ്പെട്ടില്ല. അപ്പം എന്തുകൊണ്ടാണ് റുദർഫോർഡിന്റെ മാതൃക, സൗരയൂഥ മാതൃക അംഗീകരിക്കപ്പെടാതിരുന്നത്? അതായത് പൊതുവെ റുദർഫോർഡിന്റെ ആറ്റം മാതൃക സ്വീകാര്യമായിരുന്നെങ്കിൽ കൂടി ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന്റെ ആകർഷണ വലയത്തിൽ ചുറ്റുമ്പോൾ ഊർജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലാത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ മോഡൽ അംഗീകരിക്കപ്പെടാതിരുന്നത്. ഇവിടെ നോക്കുക, റുദർഫോർഡ് മാതൃകയിലെ പരിമിതിയുടെ ചിത്രമാണ്. അപ്പോൾ ഇവരുടെ ഊർജ്ജം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതെന്താണ്? ഊർജ്ജം നഷ്ടപ്പെട്ട ഇലക്ട്രോൺസ് ന്യൂക്ലിയസിലോട്ട് എത്തേണ്ടതായിട്ട് വരും അല്ലേ? അപ്പോൾ അതാണ് അവിടെ അതെന്താണ് അംഗീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണം. അടുത്തതാണ് ബോർ ആറ്റം മാതൃക. ഓക്കെ, ബോർ മോഡൽ നോക്കുക. റുദർഫോർഡിന്റെ ആറ്റം മാതൃകയ്ക്ക് കൂടുതൽ വ്യക്തമായ വിശദീകരണം നൽകിയ പുതിയൊരു മാതൃക നിർദ്ദേശിച്ചത് നീൽസ് ബോർ ആണ്. അദ്ദേഹത്തിന്റെ മാതൃക അദ്ദേഹത്തിന്റെ പേര് പോലെ ബോർ മാതൃക എന്നാണ് അറിയപ്പെടുന്നത്. ആറ്റത്തിന്റെ സവിശേഷതകളെ ഏറ്റവും ലളിതമായി വിശദീകരിക്കാൻ ബോർ മാതൃക ഉപയോഗപ്പെടുത്തുന്നു. ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെ എന്താണ് വിളിക്കുന്നത്? ഓർബിറ്റ് എന്നാണ് വിളിക്കുന്നത്. ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്ന പാതയെ വിളിക്കുന്ന പേരെന്താണ്? ഓർബിറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഈ ബോർ മാതൃകയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിൽ അല്ലെങ്കിൽ ഷെല്ലുകളിലാണ്. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതിനാൽ ഷെല്ലുകളെ ഊർജ്ജ നിലകൾ എന്ന് പറയും. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം എന്ത് ചെയ്യും? കൂടി വരും. ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരും. ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി 1, 2, 3, 4, 5 എന്നിങ്ങനെ നമ്പർ നൽകിയാൽ KLMNO എന്നിങ്ങനെ പേര് നൽകിയോ സൂചിപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബോർ മാതൃകയിൽ വരുന്നത്. ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് എങ്ങനെയാണ്? നിശ്ചിത ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലിലാണ്. ഓരോ ഷെല്ലിലും ഇലക്ട്രോണുകൾ ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഊർജ്ജ നിലകൾ എന്നാണ് ഈ ഷെല്ലുകളെ അല്ലെങ്കിൽ ഓർബിറ്റിനെ വിളിക്കുന്നത്. ഓരോ നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് എങ്ങനെയാണ്? ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരും. ഓക്കെ, ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഇപ്പോൾ ഈ ഒരു ഓർബിറ്റിലാണ് ഈ ഇലക്ട്രോൺസ് കറങ്ങുന്നതെങ്കിൽ അത് ആ ഒരു ഓർബിറ്റിൽ മാത്രമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഊർജ്ജം കുറയുകയോ കൂടുകയോ ചെയ്യില്ല. പക്ഷേ സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്. ഇങ്ങനെ അകലം കൂടുന്തോറും എന്ത് ചെയ്യും? ഷെല്ലുകളുടെ ഊർജ്ജം എന്ത് ചെയ്യും? കൂടി വരും എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒത്തിരി ഷെല്ലുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഷെല്ലുകൾക്ക് നമ്മൾ പേര് നൽകുന്നു. ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി 1, 2, 3, 4, 5 എന്നിങ്ങനെ, അല്ലെങ്കിൽ KLMNO എന്ന് പേര് നൽകാം. ഇതൊക്കെയാണ് ബോർ മാതൃകയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കുക, മാസ് നമ്പറും അറ്റോമിക നമ്പറും. ഇവിടെ കണത്തിന്റെ പേര് തന്നിട്ടുണ്ട്, ആറ്റത്തിന്റെ സ്ഥാനവും പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാസും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഫില്ല് ചെയ്യാനുള്ളതാണ്. പ്രോട്ടോൺ എവിടെയാണ് കാണപ്പെടുന്നത്? ന്യൂക്ലിയസിനകത്താണ്. നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ P, ഇവിടെ N അല്ലേ. പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് എഴുതും. അപ്പോൾ പ്രോട്ടോൺ ന്യൂക്ലിയസിനകത്താണ്. പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാസ് 1U. അടുത്ത ഇലക്ട്രോൺ എന്ന് പറയുന്നത് എവിടെയാണ്? ഇലക്ട്രോൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റുമാണ് അല്ലേ, ഓർബിറ്റിനകത്താണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയസിന് പുറത്താണ് അല്ലെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റുമാണ് എന്തുണ്ടാവുക? ഇലക്ട്രോൺ. ന്യൂക്ലിയസിന് ചുറ്റും എന്ന് എഴുതുക കേട്ടോ. അടുത്ത ഇവിടെ എന്താണ്? മാസ് എന്ന് പറയുന്നത് 0. ന്യൂട്രോൺ എന്ന് പറയുന്നത് എവിടെയാണ്? പ്രോട്ടോണിനെ പോലെ തന്നെ ന്യൂക്ലിയസിനകത്താണ് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാസ് കൊടുത്തിട്ടുണ്ട് 1U എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യുക.
ഇനി ആറ്റത്തിന്റെ മാസ് പ്രധാനമായും ഏതെല്ലാം കണങ്ങളുടെ മാസിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഓക്കെ, പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ആണ് അല്ലെ, പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും. കാരണം എന്താണ്, ഇലക്ട്രോണിന് മാസ് ഇല്ല. അപ്പോൾ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ മാസ് കൊടുത്തിട്ടുണ്ട് അല്ലെ, പ്രോട്ടോണിന്റെ മാസ് 1U, ന്യൂട്രോണിന്റെ മാസ് 1U എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ആറ്റത്തിന്റെ മാസ്, ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണുമുള്ള ആറ്റത്തിന്റെ മാസ് എത്രയായിരിക്കും എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും എന്ന് പറയുമ്പോൾ 1U പ്ലസ് 2U ആണ് വരിക അല്ലേ. അപ്പോൾ 2 പ്രോട്ടോണും 2 ന്യൂട്രോണുകളാകുമ്പോൾ മാസ് എത്രയായിരിക്കും? 4 ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് കണക്ക് കൂട്ടിയിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി നോക്കുക, ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് എന്ത് വിളിക്കുന്നത്? മാസ് നമ്പർ എന്ന് വിളിക്കുന്നത്. മാസ് നമ്പറിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് എ എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ്. ഓക്കെ, എ എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിക്കുന്നത് എന്തിനാണ്? മാസിനെ സൂചിപ്പിക്കാനാണ്. ആറ്റത്തിലെ മൗലിക കണങ്ങളുടെ സ്ഥാനം, ചാർജ് എന്നിവ മനസ്സിലാക്കി അല്ലേ, നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ നോക്കുക, ആറ്റങ്ങൾ പരസ്പരം ഉരസുമ്പോഴും മറ്റ് ആറ്റങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും സ്ഥാനമാറ്റം സംഭവിക്കാൻ സാധ്യതയുള്ളത് കാണാം ഏതാണ്, കാരണം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കുക, ആറ്റം വൈദ്യുതപരമായി ഉദാസീനമായതിനാൽ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എന്താണ്? തുല്യമാണ്. മുകളിൽ പറഞ്ഞ സന്ദർഭങ്ങളിലൊന്നും ഒരാറ്റത്തിലെ പ്രോട്ടോണുകൾക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അതിനാൽ ഒരാറ്റത്തെ സംബന്ധിച്ച പ്രോട്ടോണിന്റെ എണ്ണം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഒരാറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഒരാറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെയാണ് ആറ്റത്തിന്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഒരു ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത്. ഒരാറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെയാണ് അതിന്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. ഇതിന് Z എന്ന് പറയുന്ന അക്ഷരം, മാസ് നമ്പറിനെ A എന്നും അറ്റോമിക നമ്പറിനെ Z എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണം സമം ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. പ്രോട്ടോണുകളുടെ നമ്പറോ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ നമ്പറോ ആണ് അറ്റോമിക നമ്പർ. മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും കൂടെ കൂട്ടുന്നതാണ്. ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? മാസ് നമ്പറിൽ നിന്നും അറ്റോമിക നമ്പർ കുറയ്ക്കുന്നതാണ്. ഓക്കെ, കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഇതിനകത്ത് എന്തുണ്ട്? പ്രോട്ടോൺ ഉണ്ട്, ഇവിടെ ന്യൂട്രോൺ ഉണ്ട്, ഇതിന് ചുറ്റും എന്തുണ്ട്? ഇലക്ട്രോൺ ഉണ്ട്. ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പം നമ്മുടെ മാസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിനകത്ത് കിടക്കുന്ന ആരാണ്? ഇലക്ട്രോണിന് മാസ് ഇല്ല. അപ്പോൾ ടോട്ടൽ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം കൂടി കൂട്ടുന്നതായിരിക്കും മാസ് നമ്പർ എന്ന് പറയുന്നത്. അത് മനസ്സിലായല്ലോ. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ മാസ് നമ്പർ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ്. ഇതിൽ നിന്നും എന്ത് ചെയ്താൽ മതി? അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ഇലക്ട്രോണുകളുടെ എണ്ണവും കൂടി ചേരുന്നതാണ് അറ്റോമിക നമ്പർ. അപ്പോൾ ഈ മാസ് നമ്പറിൽ നിന്നും ഈ ഇലക്ട്രോൺ വേണ്ട അല്ലേ, അപ്പോൾ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, മാസ് നമ്പറിൽ നിന്നും അറ്റോമിക നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടും. അത്രയേ ഉള്ളൂ മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, ഇനി മൂലകങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതിന് പ്രതീകങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞല്ലേ, ഹൈഡ്രജന് H ഉപയോഗിക്കുന്നു, നൈട്രജന് N ഉപയോഗിക്കുന്നു. ഒരു മൂലകത്തിന്റെ പ്രതീകം അതിന്റെ ഒരു ആറ്റത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഓക്കെ, ഒരു മൂലകത്തിന്റെ പ്രതീകം അതിന്റെ ഒരു ആറ്റത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ കൂടി പ്രതീകത്തോടൊപ്പം ചേർത്താൽ ആറ്റത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത കൈവരുമല്ലോ. ഇതിനായി പ്രതീകത്തിന്റെ ഇടതുവശത്തും മുകളിലും താഴെയുമായി യഥാക്രമം മാസ് നമ്പറും അറ്റോമിക നമ്പറും എഴുതുന്നു. അപ്പോൾ ഇവിടെ സോഡിയം Na എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുകളിലും താഴെയുമായിട്ട്, മുകളിൽ എന്താണ്? മാസ് നമ്പറും താഴെ കൊടുക്കുന്നതാണ് അറ്റോമിക നമ്പർ. ഇത് മനസ്സിലാക്കി വെക്കുക. ഒരു മൂലകം എഴുതിയിട്ട് മുകളിൽ കൊടുക്കുന്നത് എന്താണ്? മാസ് നമ്പറാണ്, താഴെ നൽകുന്നതാണ് അറ്റോമിക നമ്പർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓർമ്മ നിൽക്കാത്തവരുണ്ടെങ്കിൽ Na എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ A to Z എന്നല്ലേ നമ്മൾ പറയുക? A മുതൽ Z വരെ എന്നാണ് പറയുക അല്ലേ. അപ്പോൾ A ആണ് താഴെ വരുന്നത്, A to Z ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് Na എന്ന് എഴുതി കഴിഞ്ഞാൽ A എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയാണ് A വരിക അല്ലേ. A to Z, A എന്ന് പറയുന്നത് മുകളിൽ മാസ് നമ്പറും താഴെ അറ്റോമിക നമ്പർ. അപ്പോൾ Na ഇവിടെയാണ് A എന്ന് പറയുന്നത് മാസ് നമ്പർ 23, Z എന്ന് പറയുന്നത് അറ്റോമിക നമ്പർ 11. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്. മുകളിൽ മാസ് നമ്പറും താഴെ എന്താണ്? അറ്റോമിക നമ്പറുമാണ് വരുന്നത്. ഇനി ഇവിടെ ആറ്റത്തിലെ മറ്റു കണികകൾ എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് വായിച്ചു നോക്കാം. മൗലിക കണങ്ങളായ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവയ്ക്ക് പുറമെ മറ്റു ചില സൂക്ഷ്മ കണങ്ങൾ കൂടി ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? മീസോണുകൾ,
ന്യൂട്രീനോ, ആൻറ്റി ന്യൂട്രീനോ, പോസിട്രോൺ മുതലായവ. ഓക്കെ, അപ്പോൾ പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും കൂടാതെ ആറ്റത്തിലെ മറ്റു കണികകളാണ് മീസോണുകൾ, ന്യൂട്രീനോ, ആൻറ്റി ന്യൂട്രീനോ, പോസിട്രോൺ മുതലായവ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പ്രതീകം തന്നിട്ടുണ്ട്. ഇവിടെ അറ്റോമിക നമ്പറും മാസ് നമ്പറും പ്രോട്ടോണുകൾ, ഇലക്ട്രോണുകൾ, ന്യൂട്രോണുകൾ ഇങ്ങനെ എഴുതാനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ അറ്റോമിക നമ്പറും മാസ് നമ്പറും എഴുതാനായിട്ട് പഠിച്ചല്ലേ. മുകളിൽ കാണുന്നതാണ് എന്ത്, മാസ് നമ്പർ, താഴെ കാണുന്നത് അറ്റോമിക നമ്പർ. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ്റെ അറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്ന് തന്നെയാണ്, സെയിം ആണ്. ഇനി ഇവിടെ നോക്കാം, മുകളിൽ കാണുന്നത് മാസ് നമ്പർ ആണ് അല്ലേ. അപ്പോൾ അറ്റോമിക നമ്പർ താഴെ കാണുന്നതാണ്. ഹീലിയത്തിൻ്റെ അറ്റോമിക നമ്പർ 2 ആണ്, മാസ് നമ്പർ 4 ആണ്. ഇനി ലിഥിയം Li എന്ന് പറയുന്നത് മുകളിൽ മാസ് നമ്പർ 7 ആണ്, താഴെ അറ്റോമിക നമ്പർ 3. അടുത്തത് കാർബണിൻ്റെ മാസ് നമ്പർ 12, അറ്റോമിക നമ്പർ 6. നിയോണിൻ്റെ മാസ് നമ്പർ 20, അറ്റോമിക നമ്പർ എത്രയാണ്, 10. നിങ്ങൾ എഴുതുക കേട്ടോ. മുകളിൽ ആർഗൺ മാസ് നമ്പർ 40, താഴെ അറ്റോമിക നമ്പർ 18 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇവിടെ നോക്കുക, ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നതാണ് കൊടുത്തിട്ടുള്ളത്. അറ്റോമിക നമ്പർ 1 മുതൽ 18 വരെയുള്ള മൂലകങ്ങളുടെ ആറ്റങ്ങളിലെ ഇലക്ട്രോൺ വിന്യാസമാണ് പട്ടികപ്പെടുത്തിയിട്ടുള്ളത്. നോക്കുക, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് H അല്ലെ, അറ്റോമിക നമ്പർ 1, ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണോ 1, ഇലക്ട്രോൺ വിന്യാസം K എന്ന് പറയുന്നത് 1, ഹീലിയത്തിൻ്റെ 2, ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്, K എന്ന് പറയുന്നത് 2, അങ്ങനെ തന്നെ. ദെൻ ലിഥിയത്തിൻ്റെ നോക്കുക 2, 1 അല്ലേ, ബെറിലിയത്തിൻ്റെ 2, 2, ബോറോൺ 2, 3, കാർബൺ 2, 4 ഇങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം പോകുന്നത്. അങ്ങനെ 18 വരെയുള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് പറ്റും അല്ലേ. ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യേണ്ടതൊന്നും ഇല്ലല്ലോ, എല്ലാം അവർ ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് K ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? K ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ് അല്ലേ. എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം, എൽ ഷെൽ എന്ന് പറയുന്നത് നോക്കുക, ഇവിടെ കിടക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ വരുന്നത് പരമാവധി എത്രയാണ്? 8 ഇലക്ട്രോൺ ആണ് വരുന്നത് അല്ലേ. എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്നത് 8 ഇലക്ട്രോൺ ആണ്. ഇനി ഷെല്ലുകളിലെ ഇലക്ട്രോൺ പൂരണം താഴെ പറയുന്ന തത്വങ്ങൾ പാലിച്ചാണ് നിശ്ചയിക്കപ്പെടുന്നത്. ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 2n². ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കുന്നത്. n എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെല്ലിൻ്റെ സംഖ്യയാണ്. അതായത് K എന്ന് പറയുമ്പോൾ 1ാമത്തെ ഷെല്ല്, L എന്ന് പറയുന്നത് 2ാമത്തെ ഷെല്ല്, M എന്ന് പറയുന്നത് 3ാമത്തെ ഷെല്ല്, N എന്ന് പറയുന്നത് 4ാമത്തെ ഷെല്ല്, അങ്ങനെ പോകും. അപ്പോൾ ഷെല്ലിൻ്റെ നമ്പറാണ് ഈ Nൻ്റെ സ്ഥാനത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് കൊടുത്ത് ചെയ്ത് നോക്കാം. K 1 അല്ലേ. അപ്പോൾ ഇവിടെ 2n² എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എൻ്റെ സ്ഥാനത്ത് എന്താണ്? K 1ാമത്തെ ഷെല്ലായതുകൊണ്ട് 1². അപ്പോൾ 2 ഇൻറ്റു 1² എന്ന് പറയുമ്പോൾ 2. അടുത്ത L 2ാമത്തെ ഷെല്ലാണ്. അപ്പോൾ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കാണാൻ 2n². 2 ഇൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് 2 ആണ്, 2² 8. അടുത്തത് M ആണ്. M എന്ന് പറയുന്നത് 3ാമത്തെ ഷെല്ലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 2 ഇൻറ്റു അല്ലേ, 2n² ആണ്, 2 ഇൻറ്റു n². n എന്ന് പറയുന്നത് എത്രയാണ്? 3. അപ്പം 3² ഈസ് ഈക്വൽ ടു 3² എന്ന് പറയുന്നത് എത്രയാണോ? 9. 9 ഇൻറ്റു 2 18. ഓക്കെ, അപ്പോൾ എമ്മിൽ വരുന്നത് 18. അടുത്ത n എന്ന് പറയുന്നത് 4ാമത്തെ ഷെല്ലാണ് അല്ലേ. 4ാമത്തെ ഷെല്ലാണ്. പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2n². 2 ഇൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് 4². 2 ഇൻറ്റു 4² എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 4 16. 16 ഇൻറ്റു 2 എത്രയാണ്? 32. ഓക്കെ, അപ്പോൾ K ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 1, എല്ലിൽ ഉൾക്കൊള്ളാവുന്നത് എത്രയാണ്? 8, എമ്മിൽ ഉൾക്കൊള്ളാവുന്നത് 18, എന്നിൽ ഉൾക്കൊള്ളാവുന്നത് 32. ഇങ്ങനെയാണ് മനസ്സിലായി. ഓക്കെ, അപ്പോൾ 2n² എന്ന് പറയുന്ന ഇക്വേഷൻ ഓർത്തിരിക്കുക. n എന്ന് പറയുന്നത് ഷെല്ലിൻ്റെ സംഖ്യയാണ്. ഓക്കെ, ഇനി താഴ്ന്ന ഊർജ്ജനിലയിലുള്ള ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഊർജ്ജനിലയിലുള്ള ഷെല്ലിൽ ഇലക്ട്രോണുകൾ പൂരണം നടക്കത്തുള്ളൂ. അപ്പോൾ 2n² ആണ് ഇക്വേഷൻ. ഇനി താഴെ ഊർജ്ജനിലയിലുള്ള ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന, അതായത് ഇപ്പോൾ 2 അടുത്തതിൽ 8 ആണ് അല്ലേ. അപ്പോൾ ഈ 8 ഇലക്ട്രോണും ഇതിൽ ഫില്ല് ചെയ്താൽ മാത്രമാണ് ബാക്കി ഇലക്ട്രോണുകളാണ് അടുത്ത ഷെല്ലിലോട്ട് പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഊർജ്ജനിലയിലോട്ടുള്ള ഷെല്ലിൽ ഇലക്ട്രോൺ പൂരണം നടക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഏതൊരാറ്റത്തിൻ്റെയും ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 8 ആയിരിക്കും. ഓക്കെ, ബാഹ്യതമ ഷെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പുറമേയുള്ള ഷെല്ല്. ഇപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൽ അവസാനത്തെ ഷെല്ല് ലാസ്റ്റിൽ എത്രയേ വരാൻ പാടുള്ളൂ?
8 ഇലക്ട്രോൺസ് ആണ് ബാഹ്യതമ ഷെല്ലിൽ വരാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി ഇവിടെ ചില മൂലകങ്ങളുടെ ആറ്റങ്ങളുടെ ബോർ മാതൃക കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹൈഡ്രജൻ 1 ആണ്. അപ്പോൾ 1 പ്രോട്ടോൺ, ന്യൂട്രോൺ ഇല്ല, 1 മാത്രമേ ഉള്ളൂ, ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഇതാണ് ഹൈഡ്രജൻ്റെ. ഇനി ഹീലിയം എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പോൾ 2 പ്രോട്ടോൺ 2 ന്യൂട്രോൺ. ഇവിടെ കണ്ടോ 2 ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ട്. ഇനി ലിഥിയം 2 എന്ന് പറയുന്ന സമയത്ത് നോക്കുക, 2 എങ്ങനെയാണ് എഴുതുക? 2 ഇലക്ട്രോൺ ഇവിടെ കിടക്കുന്ന 1 എന്ന് പറയുന്നത് പുറമേയുള്ള ഷെല്ലിൽ. ഇനി പ്രോട്ടോണും ന്യൂട്രോണും എങ്ങനെയാണ് നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലേ. പ്രോട്ടോണും ന്യൂട്രോണും എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണമാണെന്ന് പറഞ്ഞു അല്ലേ. പ്രോട്ടോണിൻ്റെ നമ്പറും ന്യൂട്രോണിൻ്റെ നമ്പറും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ ഇക്വേഷൻ പഠിച്ചു, അത് വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ബെറിലിയം, ബോറോൺ, കാർബൺ ഇതിൻ്റെ ഓരോന്നിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് വരച്ചിട്ട് ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം ഏതെങ്കിലും ഒന്ന്. ഇപ്പോൾ ബെറിലിയം എന്ന് പറയുന്നതിൻ്റെ 4 ആണ്, അല്ലെങ്കിൽ നമുക്ക് ബോറോൺ ചെയ്യാം. ബോറോണിൻ്റെ 5 ആണ് അല്ലേ. അപ്പോൾ എങ്ങനെ വരും? നമുക്ക് ബോറോൺ 5 എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ന്യൂക്ലിയസ് വരച്ചു. ന്യൂക്ലിയസിൽ വരച്ചിട്ട് 5 പ്രോട്ടോണ് 6 ന്യൂട്രോണ് ഇങ്ങനെ എഴുതി. ദെൻ അടുത്തത് ഇവിടെ നോക്കുക, 2 ഷെല്ല് വരച്ചു. ആദ്യത്തെ ഷെല്ലിൽ എത്രയാണ്? 5 ആണ്. അപ്പോൾ ആദ്യത്തേൽ 2. കെയിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. അപ്പോൾ നമ്മൾ 2 എന്നുള്ളത് 2 എണ്ണം വരച്ചു. ബാക്കി 5 ആണ് വരിക. അതുപോലെ ബോറോണിൻ്റെ 5 ആണ്. സോ 2 കഴിഞ്ഞിട്ട് ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോണ് അടുത്ത ഷെല്ലിൽ വരച്ചു. ഓക്കെ, അതാണ് ബോറോണിൻ്റെ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഓരോന്നിൻ്റെയും നമ്മൾ വരയ്ക്കുന്നത്. ഇനി ഇവിടെ ചുവടെ നൽകിയിട്ടുള്ള ആറ്റങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തി ബോർ മാതൃക വരയ്ക്കുക എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വരയ്ക്കാനായിട്ട് ഇപ്പോൾ വരച്ചതുപോലെ തന്നെയാണ്. ഇവിടെ അലൂമിനിയത്തിൻ്റെ നോക്കുക, 27 Al13 എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ ചിത്രവും വരച്ചിട്ടുണ്ട്. ഇവിടെ അറ്റോമിക നമ്പറും മാസ് നമ്പറും പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും ഒക്കെ എഴുതാനായിട്ട് ഇവിടെ ഒരു കോളം തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുക, അലൂമിനിയത്തിൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്? അറ്റോമിക നമ്പർ ഇവിടെ 27 Al13 എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് അറ്റോമിക നമ്പർ, ഏതാണ് മാസ് നമ്പർ? മുകളിലേത് മാസ് നമ്പറും താഴത്തേത് അറ്റോമിക നമ്പറും. താഴത്തേതെന്ന് പറയുമ്പോൾ 13 ആണ് അറ്റോമിക നമ്പർ. മുകളിലേതെന്ന് പറയുമ്പോൾ 27 ആണ് മാസ് നമ്പർ. അത് മനസ്സിലായല്ലോ. താഴെയുള്ളത് അറ്റോമിക നമ്പറും മുകളിലുള്ളത് മാസ് നമ്പറും. ഇനി പ്രോട്ടോണുകളുടെ എണ്ണം കാണേണ്ട ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പ്രോട്ടോണുകൾ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണും പ്രോട്ടോണിൻ്റെയും എണ്ണം തന്നെയാണ് എന്ത് വരുന്നത്? അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അപ്പോൾ പ്രോട്ടോൺ എത്രയാണ്? 13 തന്നെയാണ് വരിക. ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് വരിക? 13 തന്നെയാണ് വരിക അല്ലേ. പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം തന്നെയാണ് അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞത്. അപ്പോൾ അറ്റോമിക നമ്പർ 13 ആണെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണവും 13 ആണ്, ഇലക്ട്രോണിൻ്റെ എണ്ണവും 13 ആണ്. അടുത്തത് ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? മാസ് നമ്പറിൽ നിന്നും 13 അറ്റോമിക നമ്പർ കുറയ്ക്കുന്നതാണ് എന്ത്? ന്യൂട്രോണുകളുടെ എണ്ണം. മാസ് നമ്പർ എന്ന് പറയുന്നത് 27 ആണ്. അതിൽ നിന്നും എന്ത് കുറയ്ക്കണം? അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ 13. ഇപ്പോൾ 27 നിന്നും 13 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 14 കിട്ടും. ഓക്കെ, അപ്പോൾ മാസ് നമ്പറിൽ നിന്നും അറ്റോമിക നമ്പർ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. അടുത്തത് ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുക? 13 ആണ് അല്ലേ. അപ്പോൾ കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത് എത്രയാണ്? 2. ദെൻ അടുത്ത എൽ ഷെല്ലിൽ എത്രയാണ്? 8 അല്ലേ. ഇപ്പോൾ 2 8 അപ്പോൾ എത്രയായി? 10 ബാക്കിയുള്ളത് എത്രയാ? 3 അല്ലേ. 13 അല്ലേ ടോട്ടൽ. ഇപ്പോൾ 2 കെ ഷെല്ലിൽ, എൽ ഷെല്ലിൽ 8, ദെൻ ബാക്കിയുള്ളത് 3 ആണ്, അത് എഴുതുക. അപ്പോൾ 2 8 3 ഇതാണ് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ആറ്റം തന്നു കഴിഞ്ഞാൽ ഇതുപോലെ അറ്റോമിക നമ്പർ, മാസ് നമ്പർ, പ്രോട്ടോണുകളുടെ ഇലക്ട്രോണുകളുടെ എണ്ണം, ന്യൂട്രോണുകളുടെ എണ്ണം, ഇലക്ട്രോൺ വിന്യാസം ഇത് കംപ്ലീറ്റ് ആയിട്ട് എഴുതാനായിട്ട് ഇപ്പം തന്നെ പഠിച്ചേക്കാം. അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് താഴെ എഴുതുന്ന നമ്പർ. ഇപ്പോൾ 27 Al13 എന്ന് എഴുതിയാൽ ഇതാണ് അറ്റോമിക നമ്പർ Z എന്ന് പറയുന്നത്. ഇത് മാസ് നമ്പർ A എന്ന് പറയുന്നു. ഇനി പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് അറ്റോമിക നമ്പർ തന്നെയാണ്. ഈ താഴത്തെ എഴുതിയിട്ടുള്ള നമ്പറാണ് അറ്റോമിക നമ്പർ. അതുപോലെ തന്നെ ഇലക്ട്രോണുകളുടെ എണ്ണം, പ്രോട്ടോണുകളുടെ എണ്ണം എല്ലാം എന്താണ്? ഈ താഴെ എഴുതിയിരിക്കുന്ന നമ്പറാണ്. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം കാണണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ മാസ് നമ്പർ, മുകളിലുള്ള മാസ് നമ്പറിൽ നിന്നും ഈ അറ്റോമിക നമ്പർ കുറയ്ക്കുക. ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്തായി? നമുക്ക് ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടി. ഇനി ഇലക്ട്രോൺ വിന്യാസം എഴുതാനായിട്ട് ഈ അറ്റോമിക നമ്പർ 13 എന്നുള്ളതിന് ഈ രീതിയിൽ എഴുതുക. ആദ്യത്തെ ഷെല്ലിൽ 2, അടുത്ത ഷെല്ലിൽ 8, അടുത്ത ഷെല്ലിൽ 3. ഓക്കെ, 13 ആയതുകൊണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ് ഐസോടോപ്പുകൾ. ഓക്കെ, എന്താണ് ഐസോടോപ്പുകൾ എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഒരു മൂലകം ഏതെന്ന് നിർണ്ണയിക്കുന്നത് അതിൻ്റെ ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, നോക്കുക.
പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഓക്കെ, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇവിടെ 1p0n, 1p1n, 1p2n എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആണ് തന്നിട്ടുള്ളത് അല്ലേ. ഒരു ഇലക്ട്രോണേ ഉള്ളൂ ഇവിടെ അല്ലേ. അപ്പോൾ ഇത് ഹൈഡ്രജൻ ആറ്റമാണ്, അത് അറിയുന്നുണ്ടല്ലോ. ഹൈഡ്രജൻ ആറ്റമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു പ്രോട്ടോണും 0 ന്യൂട്രോണും, ഒരു പ്രോട്ടോണും 1 ന്യൂട്രോണും, ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണും, ഇങ്ങനെ രീതിയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആറ്റത്തിൻ്റെ പേര് നമുക്ക് നിർണ്ണയിക്കണം. ഇവിടെ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? പ്രോട്ടിയത്തിൽ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? 1 ആണ്. ഓക്കെ, പ്രോട്ടോണുകളുടെ എണ്ണം. ഡ്യൂട്ടീരിയത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം 1 ആണ്. ട്രിഷ്യത്തിൽ എത്രയാണ്? 1 ആണ്. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം ഇവിടെ എത്രയാണ്? 0 ആണ്. പ്രോട്ടിയത്തിൽ ന്യൂട്രോണുകളുടെ എണ്ണം 0 ആണ്. ഇവിടെ 1 ആണ്. ഇവിടെ എത്രയാണ്? 2 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണം എല്ലായിടത്തും എന്താണ്? 1 ആണ് അല്ലേ. എല്ലായിടത്തും ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. അറ്റോമിക നമ്പർ എത്രയാണ്? അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണം തന്നെയാണ്. അപ്പോൾ 1 1 1 തന്നെയാണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? മാസ് നമ്പർ എന്ന് പറയുന്നത് 1 തന്നെയാണ് അല്ലേ. 1 1 1 തന്നെയാണ് മാസ് നമ്പറും വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഇനി ഇവിടെ നോക്കുക, ഇതിൽ എന്തിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്? ന്യൂട്രോണിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ആറ്റങ്ങൾ തമ്മിൽ ഏത് കണത്തിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത്? ഏത് കണത്തിലാണ് വന്നിട്ടുള്ളത് നോക്കുക. ഇവിടെ നമ്മൾ മാസ് നമ്പർ എഴുതുമ്പോൾ മാസ് നമ്പർ നോക്കുക. ഇവിടെ എത്രയാണ്? ഇവിടെ പ്രോട്ടിയത്തിൽ മാസ് നമ്പർ 1 ആണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ 1 + 0 1 ആണ്. ഇവിടെ 1 + 1 2 ആണ്. ഇവിടെ 1 + 2 എത്രയാണ്? 3 ആണ് അല്ലേ. അപ്പോൾ മാസ് നമ്പർ എന്ന് പറയുന്നത് 1 2 3 ആണ് കേട്ടോ വരുന്നത്. ഞാൻ എന്താണ് മിസ്റ്റേക്ക് പറഞ്ഞതാണ്, അതൊന്ന് തിരുത്താം കേട്ടോ. മാസ് നമ്പർ കറക്റ്റായിട്ട് എഴുതുക. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ് മാസ് നമ്പർ. അപ്പോൾ ഇവിടെ 1 + 0 1, ഇവിടെ 1 + 1 2, 1 + 2 3 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് ഏതിലാണ് ഡിഫറൻസ് വരുന്നത്? ഇവിടെ ന്യൂട്രോൺ തമ്മിൽ അല്ലെ, ന്യൂട്രോണിലാണ് വ്യത്യാസം വരുന്നത്. ഈ ആറ്റങ്ങൾ തമ്മിൽ ന്യൂട്രോണിലാണ് എന്ത് വരുന്നത്? വ്യത്യാസം വരുന്നത്. അറ്റോമിക നമ്പർ എന്താണ്? തുല്യമാണ്. മാസ് നമ്പർ എന്താണ്? വ്യത്യാസമാണ് അല്ലെ. ന്യൂട്രോൺ തമ്മിലാണ് വ്യത്യാസം വരുന്നത്. അറ്റോമിക നമ്പർ എങ്ങനെയാണ്? ഇവിടെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് തുല്യമാണ്. എല്ലാത്തിൻ്റെയും അറ്റോമിക നമ്പർ എന്താണ്? സെയിം തന്നെയാണ് വരുന്നത്. മാസ് നമ്പർ എന്ന് പറയുന്നത് 1 2 3 ഇങ്ങനെ വ്യത്യാസമായിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ അറ്റോമിക നമ്പർ ഒരേപോലെയും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളതാണ്. അതിനെയാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരേ അറ്റോമിക നമ്പറാണ്, വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഐസോടോപ്പുകൾ എന്ന് പറയാം. അപ്പോൾ ഇവിടെ 1H1 പ്രോട്ടിയം, 1H2 ഡ്യൂട്ടീരിയം, 1H3 ട്രിഷ്യം. അപ്പോൾ ഇവിടെ അറ്റോമിക നമ്പർ താഴെ കാണുന്ന നമ്പറാണ് അറ്റോമിക നമ്പർ. അപ്പോൾ ഇവിടെ 1 1 1 അറ്റോമിക നമ്പർ ഒക്കെ സെയിം ആണ്. മാസ് നമ്പർ മുകളിൽ കാണുന്ന നമ്പർ 1 2 3 എന്നാണ് വരുന്നത്, ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അങ്ങനെയുള്ള ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ്. ഓക്കെ, അപ്പോൾ ഒരു മൂലകത്തിൻ്റെ ഐസോടോപ്പുകൾ തമ്മിൽ ഭൗതിക സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും അവയുടെ രാസ സ്വഭാവം എങ്ങനെയാണ്? ഒരുപോലെയാണ്. ഭൗതിക സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, പക്ഷേ രാസ സ്വഭാവം എന്ന് പറയുന്നത് ഒരുപോലെയാണ്. മിക്ക മൂലകങ്ങൾക്കും ഐസോടോപ്പുകൾ ഉണ്ട്. ഐസോടോപ്പുകൾ തിരിച്ചറിയുന്നതിനായിട്ട് പേരിനോടൊപ്പം മാസ് നമ്പർ കൂടി എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. കാരണം എന്താണ്? മാസ് നമ്പറാണ് വ്യത്യസ്തമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കാർബണിൻ്റെ ഐസോടോപ്പുകൾ എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. കാർബണിൻ്റെ ഐസോടോപ്പ് കാർബൺ 12 എന്ന് പറയുമ്പോൾ കാർബൺ 12 6 ആണ് ഇവിടെ വരുന്നത്. കാർബൺ 13 എന്ന് പറയുമ്പോൾ 13 6, കാർബൺ 14 എന്ന് പറയുമ്പോൾ 14 6. ഓക്കെ, അപ്പോൾ അവിടെ മാസ് നമ്പർ 12 13 14 ഇങ്ങനെ വ്യത്യസ്തമാണ്. അറ്റോമിക നമ്പർ 6 തന്നെയാണ്. ഓക്കെ, അപ്പോൾ വളരെയധികം പ്രാധാന്യമുള്ളവയാണ് എന്ത്? ഐസോടോപ്പുകൾ. ഹൈഡ്രജൻ്റെ ഐസോടോപ്പായിട്ടുള്ള ഡ്യൂട്ടീരിയം ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ചോദ്യം വരാം, ഹൈഡ്രജൻ്റെ ഏത് ഐസോടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഏതാണ്? ഡ്യൂട്ടീരിയമാണ്. കാർബണിൻ്റെ ഐസോടോപ്പായിട്ടുള്ള കാർബൺ 14 ഫോസിലുകളുടെയും ചരിത്രാതീത കാലത്തെ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിച്ചു വരുന്നു. അപ്പോൾ കാർബൺ 14 ആണ് ഫോസിലുകളുടെയും ചരിത്രാതീത കാലത്തെ വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഏതാണ്? കാർബൺ 14 ആണ്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ്റെ ഐസോടോപ്പായിട്ടുള്ള ഡ്യൂട്ടീരിയമാണ്. ഫോസ്ഫറസിൻ്റെ ഐസോടോപ്പായിട്ടുള്ള ഫോസ്ഫറസ് 31 സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായിട്ട് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? ഫോസ്ഫറസിൻ്റെ ഐസോടോപ്പായിട്ടുള്ള ഫോസ്ഫറസ് 31 ആണ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചു വെക്കുക. ഇനി അയഡിൻ 131
കൊബാൾട്ട് 60 മുതലായവ വൈദ്യശാസ്ത്ര രംഗത്ത് ക്യാൻസർ, ട്യൂമർ മുതലായ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ഉപയോഗിച്ചു വരുന്നു. ഏതൊക്കെയാണ്? അയഡിൻ 131ഉം കൊബാൾട്ട് 60യും. അയഡിൻ 131, കൊബാൾട്ട് 60 ഇവ ക്യാൻസർ, ട്യൂമർ മുതലായ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇനി യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. യുറേനിയം 235 ആണ് ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. ഐസോടോപ്പ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഇവിടെ ഐസോ ബാറുകളും ഐസോടോണുകളും കൊടുത്തിട്ടുണ്ട്. അതായത് ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളതാണ് ഐസോടോപ്പ് എന്ന് പറഞ്ഞു. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളുണ്ട്. ഇതിനെയാണ് ഐസോ ബാർ എന്ന് പറയുന്നത്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറും ഉള്ളതിനെയാണ് ഐസോ ബാർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, 2040 CA എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാൽഷ്യം 4020, ഇവിടെ ആർഗൺ 4018 അല്ല, ഇവിടെ മാസ് നമ്പർ ആർഗണിൻ്റെയും കാൽഷ്യത്തിൻ്റെയും 40 തന്നെയാണ്, അറ്റോമിക് നമ്പർ 2018 വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഐസോ ബാർ. ഇനി ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയിട്ടുള്ള ആറ്റങ്ങളെയാണ് ഐസോടോണുകൾ എന്ന് പറയാം. ഒരേ ഇനം ന്യൂട്രോൺ കാണാൻ എന്താണ് ചെയ്യുക? മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, നൈട്രജൻ 15.7, കാർബൺ 14.6. ഇതിൻ്റെ മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറച്ച് നോക്കൂ. 15ൽ നിന്ന് 7 പോയാൽ എത്രയാണ്? 8. 14ൽ നിന്ന് 6 പോയാൽ എത്രയാണ്? 8 അല്ലേ. അപ്പോൾ ഇവിടെ ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 8 ആണ് വരുന്നത്. സോ ഇവിടെ ന്യൂട്രോൺ സെയിം ആയതുകൊണ്ട് അതിനെന്ത് പറയും? ഐസോടോണുകൾ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഐസോബാറുകളും ഐസോടോണുകളും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ്. ഐസോടോപ്പ് എന്ന് പറയുന്നത് ഒരേ മൂലകങ്ങളുടെ തന്നെ വ്യത്യസ്ത ആറ്റങ്ങളായിട്ട് വരുന്നതാണ്. ഈ ഐസോബാറുകളും ഐസോടോണുകൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളായിട്ടാണ് വരുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടെ നോക്കുക, ഇവിടെ പ്രതീകം തന്നിട്ടുണ്ട്. അറ്റോമിക് നമ്പർ എഴുതണം, മാസ് നമ്പർ എഴുതണം, പ്രോട്ടോണുകൾ എഴുതണം, ന്യൂട്രോണുകൾ എഴുതണം, ഓക്കെ, ഇലക്ട്രോണുകൾ എഴുതണം. എങ്ങനെ എഴുതാം നോക്കുക. 15O8 15O8 എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ നമുക്കറിയാം താഴെയുള്ളതാണ്, 8 ആണ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ നമുക്കറിയാം മുകളിലുള്ളതാണ്, 15 ആണ്. ഇനി പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് നമ്പർ തന്നെയാണ്, അപ്പോൾ 8 തന്നെയാണ്. ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമാണ്, 8 തന്നെയാണ്. ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുക, അതായത് 15ൽ നിന്ന് 8 പോയാൽ 7. ഓക്കെ, അടുത്തത് 16O8, അറ്റോമിക് നമ്പർ എത്ര? 8. മാസ് നമ്പർ എത്രയാണ്? 16 അല്ലേ, 16. പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? അറ്റോമിക് നമ്പർ തന്നെ, അതായത് 8 തന്നെ. ഇലക്ട്രോണുകളുടെ എണ്ണം 8 തന്നെ. ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 16ൽ നിന്ന് 8 പോയി കഴിഞ്ഞാൽ 8. അടുത്തത് 17O8 17O8 എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 8, മാസ് നമ്പർ 17. പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? 8 തന്നെ. ഇലക്ട്രോണുകളുടെ എണ്ണം 8 തന്നെ. ന്യൂട്രോണിൻ്റെ എണ്ണം 17ൽ നിന്ന് 8 പോയാൽ 9. അപ്പോൾ ഇവിടെ വ്യത്യാസം എന്തിലാണ്? 7, 8, 9. ന്യൂട്രോണിലാണ് വ്യത്യാസം. ന്യൂട്രോണിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഇതിന് എന്ത് പറയും? ഐസോടോണുകൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് ഐസോടോണാണ് അല്ലേ. ഇനി ഇവിടെ നോക്കുക, ഹിഗ്സ് ബോസോൺ എന്ന ദൈവഗണം. ഹിഗ്സ് ബോസോൺ എന്ന ദൈവഗണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ജീവശാസ്ത്രത്തിലെ പരിണാമ സിദ്ധാന്തം പോലെ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ട ഒരു സിദ്ധാന്തമാണ് സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം. ഇതനുസരിച്ച് ഫെർമിയോണുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പദാർത്ഥ ഘടകങ്ങളും ബോസോണുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഊർജ്ജവാഹിനികളും ഉൾപ്പെടുന്ന 17 മൗലിക കണങ്ങൾ ചേർന്നാണ് പ്രപഞ്ചം രൂപപ്പെട്ടിട്ടുള്ളത്. കണികകൾക്ക് മാസ് ലഭിക്കുന്നത് എപ്രകാരമാണെന്ന് സമീപകാലം വരെ വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനായി മുന്നോട്ട് വയ്ക്കപ്പെട്ട അടിസ്ഥാന ഘടകമാണ് ഹിഗ്സ് കണം എന്ന് പറയുന്നത്. 2012 ജൂലൈ 4 സ്റ്റാൻഡേർഡ് മോഡൽ പ്രവചിച്ചതിന് സമാനമായ ഹിഗ്സ് ബോസോൺ കണ്ടെത്തിയതായിട്ട് ജനീവയിലെ CERN ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞർ പ്രഖ്യാപിച്ചു. അപ്പോൾ ഹിഗ്സ് ബോസോൺ എന്നറിയപ്പെടുന്നത്, ദൈവകണം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിഗ്സ് ബോസോൺ ആണ്, അത് ഓർത്തിരിക്കുക. ഇനി ഇവിടെ നോക്കുക, ഈ ചാപ്റ്റർ തീർന്നു. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ശാസ്ത്രജ്ഞരും അവരുടെ സംഭാവനകൾ നമ്മൾ ആദ്യം പഠിച്ചില്ലേ, അത് തന്നെയാണ്, അത് ചേരുമ്പടി ചേർക്കാനാണ്. അപ്പോൾ ജോൺ ഡാൾട്ടൺ എന്താണ് കണ്ടുപിടിച്ചത്? ആറ്റം സിദ്ധാന്തം അല്ലേ, ആറ്റം സിദ്ധാന്തം. മൈക്കൽ ഫാരഡെ എന്താണ്? വൈദ്യുത വിശ്ലേഷണ നിയമമാണ് മൈക്കൽ ഫാരഡെ. JJ തോംസൺ കണ്ടെത്തിയത് എന്താണ്? ഇലക്ട്രോൺ അല്ലെ, ഇലക്ട്രോൺ കണ്ടെത്തിയത് JJ തോംസൺ ആണ്. റൂദർഫോർഡ് കണ്ടെത്തിയത് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃകയാണ്. അത് കറക്റ്റായിട്ട് പഠിച്ചേക്കുക. ഇനി അടുത്തത്, ഒരാറ്റത്തിന്റെ അറ്റോമിക് നമ്പർ Z=17 ആണ്, മാസ് നമ്പർ A=35 എന്നിങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ
പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവയുടെ എണ്ണം. അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്, മാസ് നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ കണ്ടെത്തുക? ഇതുവരെയും പറഞ്ഞിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചേക്കുക. എങ്ങനെയാണ് പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്? നമുക്ക് ആദ്യം ഇതൊന്ന് എഴുതാം അല്ലേ. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 17 ആണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണ്. പ്രോട്ടോണും ഇലക്ട്രോണും എന്ന് പറയുന്നത് എപ്പോഴും അറ്റോമിക നമ്പർ തന്നെയായിരിക്കും. അറ്റോമിക നമ്പർ എത്രയാണ്? 17. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം 17, ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 17. ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ മാസ് നമ്പറിൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ മതി. 35-ൽ നിന്ന് 17 പോയാൽ എത്രയാണ്? 18. അപ്പോൾ ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 18 ആണ്. ഓക്കെ, അപ്പോൾ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചല്ലോ. ഈസി അല്ലേ? പ്രോട്ടോൺ, ഇലക്ട്രോൺ എന്ന് പറയുന്നത് അറ്റോമിക നമ്പർ തന്നെയാണ്. ന്യൂട്രോൺ കാണാൻ മാസ് നമ്പറിൽ നിന്നും അറ്റോമിക നമ്പർ കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? 17 അല്ലേ. പ്രോട്ടോണിൻ്റെ എണ്ണം 17, ഇലക്ട്രോണിൻ്റെ എണ്ണം 17, ന്യൂട്രോണിൻ്റെ എണ്ണം 18. ഇനി ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്? ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് അറ്റോമിക നമ്പർ എത്രയാണ്? 17 ആണ്. 17 എന്നുള്ളതിന് ഇലക്ട്രോൺ വിന്യാസമാക്കിയിട്ട് എഴുതുമ്പോൾ ആദ്യത്തെ കെ ഷെല്ലിൽ 2, അടുത്ത എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, ദെൻ 8 2 10 ബാക്കിയുള്ള ആൾ ആരാണ്? 7 ഇലക്ട്രോൺ അടുത്ത ഷെല്ലിൽ കിടക്കും. ഓക്കെ, അപ്പോൾ 2 8 7 ഇതാണ് ഇലക്ട്രോൺ വിന്യാസം. അടുത്തത് ആറ്റത്തിൻ്റെ ബോർ മാതൃക ചിത്രീകരിക്കുക. ബോർ മാതൃക വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ വരയ്ക്കും? ആദ്യം ഇത് എങ്ങനെ ഇട്ടു, അത് കഴിഞ്ഞ് പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണ്? 17 അല്ലേ, 17p. ദെൻ ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 18 അല്ലേ. നമുക്കതൊന്ന് എഴുതിയിട്ട് 17p 18n പ്രോട്ടോണും ന്യൂട്രോണും നമുക്ക് കണ്ടുപിടിച്ചു. ഇനി ഇതിൻ്റെ ബോർ മാതൃക ചിത്രീകരിക്കുമ്പോൾ ആദ്യത്തെ ഷെല്ലിൽ എത്രയാണ്? 2 ഇലക്ട്രോൺ ആണ്. ആദ്യത്തേത് 2 ഇലക്ട്രോൺ. ദെൻ അടുത്ത ഷെല്ല് വരയ്ക്കുക. എന്നിട്ട് അതിൽ എത്ര വരയ്ക്കണം? 8 ഇലക്ട്രോൺ വരയ്ക്കണം അല്ലേ. 3 4 5 6 7 8 ഇലക്ട്രോൺ വരയ്ക്കണം. ഇനി അടുത്ത ഷെല്ല് വരച്ചിട്ട് എത്ര വരയ്ക്കണം? 7 1 2 3 4 5 6 7 ഇലക്ട്രോൺ വരയ്ക്കുക. അപ്പോൾ എത്രയായി? 2 8 7 ആയി. അപ്പോൾ ഇങ്ങനെയാണ് ബോർ മാതൃക നമ്മൾ വരയ്ക്കേണ്ടത്. ഞാൻ മായ്ക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബോർ മാതൃക വരച്ചല്ലോ. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒരാറ്റത്തിൻ്റെ മാസ് നമ്പർ 31. ഈ ആറ്റത്തിലെ എം ഷെല്ലിൽ 5 ഇലക്ട്രോണുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒരാറ്റത്തിൻ്റെ മാസ് നമ്പർ എ എന്ന് പറയുന്നത് 31 ആണെന്ന് തന്നിട്ടുണ്ട്. എം ഷെല്ലിൽ 5 ഇലക്ട്രോൺ, അതായത് ഏറ്റവും അവസാനത്തെ ഷെല്ലിൽ എത്രയാണ്? 5 ഇലക്ട്രോൺ എന്നാണ് പറയുന്നത്. അതായത് KLM ഇങ്ങനെയാണ് നമ്മൾ എഴുതുക അല്ലേ. അപ്പോൾ ഇതിൽ 5 ഇലക്ട്രോൺ ആണ് അവസാനത്തേതിൽ വരുന്നത് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എമ്മിൽ 5 ആണെന്ന് വിചാരിക്കുക. എല്ലിൽ പരമാവധി ഇലക്ട്രോൺ ഉൾക്കൊള്ളിച്ചതിന് ശേഷമാണ് മറ്റേത് പൂർത്തീകരിക്കുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലിൽ എത്ര ഉണ്ടാവും? 8 ഉണ്ടാവും. കെയിൽ എത്ര ഉണ്ടാവും? 2 ഉണ്ടാവും. രണ്ടിലെയും പരമാവധി കഴിഞ്ഞതിന് ശേഷമേ എമ്മിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ 8 2 10 5 15. ഈ 15 എന്ന് പറയുന്നത് എത്രയാണ്? ഇതിൻ്റെ അറ്റോമിക നമ്പറാണ് അല്ലെ. അറ്റോമിക നമ്പർ വെച്ചിട്ട് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതാം. അപ്പോൾ സെഡ് എന്ന് പറയുന്നത് 15 ആണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കി. എം ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. മാസ് നമ്പർ 31 ആണ്. ഇനി എം ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 5. അപ്പോൾ KLM നമ്മൾ ഇങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം എഴുതുക. എമ്മിൽ 5 എന്ന് തന്നിട്ടുണ്ട്. ബാക്കിയുള്ളതിൽ പരമാവധി ഉള്ളത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടേ അടുത്തതിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ എല്ലിൽ 8 ഉണ്ടാവും, കെയിൽ 2 ഉണ്ടാവും. അപ്പോൾ 2 8 5 എന്നുള്ളതാണ് ഇലക്ട്രോൺ വിന്യാസം. അപ്പോൾ 8 2 10 5 15. ഈ 15 എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക നമ്പർ ആണ്. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ സെഡ് 15 കിട്ടി, എ എന്ന് പറയുന്നത് 31 കിട്ടി. ഇനി നമുക്ക് ഈസിയാണ്. അറ്റോമിക നമ്പർ എത്രയാണ്? ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 15 അല്ലേ. അപ്പോൾ അറ്റോമിക നമ്പർ 15 ആണ്. ആറ്റത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മാസ് നമ്പറിൽ നിന്നും ഇത് കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ അതായത് 31-ൽ നിന്ന് 15 പോയാൽ എത്രയാണ്? 16. ഓക്കെ, ഇനി ആറ്റത്തിൻ്റെ ബോർ മാതൃക നമ്മളിപ്പോൾ വരച്ചതുപോലെ വരയ്ക്കുക. ഓക്കെ, കിട്ടിയല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ABC എന്നീ ആറ്റങ്ങളുടെ ബോർ മാതൃകകൾ നൽകിയിരിക്കുന്നു. പ്രതീകങ്ങൾ യഥാർത്ഥമല്ല. ഇവിടെ ഇത് നോക്കിയിട്ട് ആറ്റങ്ങളുടെ അറ്റോമിക നമ്പർ, മാസ് നമ്പർ, ഇലക്ട്രോൺ വിന്യാസം എന്നിവ എഴുതുക എന്നുള്ളതാണ്. അറ്റോമിക നമ്പർ എത്രയാണ്? ഇവിടെ നമുക്ക് 6p6n എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ പ്രോട്ടോണിൻ്റെ എണ്ണമാണല്ലോ എന്ത് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം എണ്ണി നോക്കുക. 2 അല്ലേ, 2 4 6 അല്ലെങ്കിൽ 6 പ്രോട്ടോൺ എന്ന് തന്നിട്ടുണ്ട്. സോ എന്താണ് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് എന്താണ്? Z എന്ന് പറയുന്നത് 6 ആണ് ഇതിൻ്റെ. ഇനി മാസ് നമ്പർ എത്രയാണ്? മാസ് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടുക. അതായത് 6 കൂടെ കൂട്ടി എത്രയാണ്? 12 ആണ് മാസ് നമ്പർ. എ എന്ന് പറയുന്നത് 12. പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടി. ഓക്കെ, ഇനി ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ എളുപ്പമാണ്. നമുക്ക് ഷെല്ലിൽ എണ്ണം നോക്കിയാൽ മതി. ആദ്യത്തെ ഷെല്ലിൽ 2 ഉണ്ട് അല്ലേ.
അല്ലെങ്കിൽ എന്താണ് അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ 2, 4 എന്നാണ് വരിക. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നോക്കുക. അടുത്ത ആള് 7p8n എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയും ഇതുപോലെ എഴുതുക. ആറ്റങ്ങളുടെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണമാണ്. സോ 7 ആണ് അല്ലേ. ഇനി എന്താണ് മാസ് നമ്പർ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുക. 8 7 എത്രയാണ്? 15 ആണ് അല്ലേ. അപ്പോൾ മാസ് നമ്പർ എന്ന് പറയുന്നത് 15 ആണ്. ഇനി ഇലക്ട്രോൺ വിന്യാസം എത്രയാണ്? അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പോൾ 2, 5 ആയിരിക്കും വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ അതും നമ്മൾ കൃത്യമായിട്ട് ചെയ്തു. ഇനി അടുത്ത മൂന്നാമത്തെ ആളാണ്. ഇവിടെ അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? പ്രോട്ടോണിൻ്റെ എണ്ണം 6 ആണ്. സോ അറ്റോമിക് നമ്പർ 6. മാസ് നമ്പർ എ എന്ന് പറയുന്നത് രണ്ടും കൂടെ കൂട്ടുക. 8ഉം 6ഉം കൂടെ കൂട്ടിയാൽ 14 ആണ്. ഇലക്ട്രോൺ വിന്യാസം 2, 4 ആയിരിക്കും അല്ലേ. 6 ആണ് അറ്റോമിക് നമ്പർ. സോ 2, 4 ആയിരിക്കും അറ്റോമിക് നമ്പർ. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് അടുത്ത ബി, ഒരു ചോദ്യം കൂടി ഉണ്ട് അല്ലേ. ബി എന്ന് പറയുന്നത് ഇവയിൽ ഐസോടോപ്പുകൾ ഏതെല്ലാമാണ്? കാരണം എന്ത്? ഐസോടോപ്പ് ഏതാണ് എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ഐസോടോപ്പ്? എയും സിയും ആണ് അല്ലേ. ഇതുമാണ് എയും സിയും ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഐസോടോപ്പ് എന്ന് പറയാനായിട്ട് കാര്യം? മാസ് നമ്പർ നോക്കാം. ഇവിടെ അറ്റോമിക് നമ്പർ ഇവിടെ 6 ആണ് അല്ലേ. ഇവിടെ 6 ആണ്, ഇവിടെയും 6 ആണ്. അറ്റോമിക് നമ്പർ 6 ആണ്. മാസ് നമ്പർ ഇവിടെ 14, ഇവിടെ 12. അപ്പോൾ രണ്ടിൻ്റെയും അറ്റോമിക് നമ്പർ സെയിം ആണ്, മാസ് നമ്പർ ഡിഫറെൻ്റ് ആണ്. സോ എന്താണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്? എയും സിയും ആണ്. മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഐസോടോപ്പ് എന്ന് പറഞ്ഞത്? ഓക്കെ. അപ്പോൾ ഇത്രയും ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്നുള്ള പാഠഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നതും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉടനെ തന്നെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്